നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് വേർഷൻ കൺട്രോൾ സിസ്റ്റം ഗിറ്റിന്റെ ഡീറ്റെയിൽസ് ആണ്. നിങ്ങൾക്ക് ഗിറ്റിനെ പറ്റി ഒന്നും അറിയില്ല, നിങ്ങളൊരു കംപ്ലീറ്റ് ബിഗിനർ ആണെങ്കിലും പേടിക്കേണ്ട. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഫ്രം സ്ക്രാച്ച് എല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതിന്റെ ഇൻസ്റ്റാളേഷൻ തൊട്ട് എന്താണ് ഗിറ്റ്, അതിലെ ഗിറ്റിന്റെ ബേസിക് കമാൻഡ്സ്, പിന്നെ കുറച്ച് അഡ്വാൻസ്ഡ് ടോപ്പിക്സും കവർ ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ഒട്ടും താമസിക്കാതെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ ഈ ഒരു ചാനൽ ഫസ്റ്റ് ടൈം ആണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ടെക് വീഡിയോസ് ആണ് ഈ ചാനലിൽ ഹാൻഡിൽ ചെയ്യുന്നത്. ഓൾറെഡി നമ്മൾ PSP റിയാക്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് ഒക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ ആദ്യം നമുക്ക് എന്താണ് ആക്ച്വലി ഈ ഒരു ഗിറ്റ് എന്ന് നോക്കാം. അപ്പൊ ഞാൻ ഇത് ഫോളോ ചെയ്യുന്നത് ഈ ട്യൂട്ടോറിയലിന് വേണ്ടിയിട്ട് അവരുടെ തന്നെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ് കേട്ടോ. ഞാൻ എല്ലാ ട്യൂട്ടോറിയലിലും പറയുന്ന പോലെ നമുക്കൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജോ അല്ലെങ്കിൽ പുതിയൊരു ടെക്നോളജി പഠിക്കണം എന്നുണ്ടെങ്കിൽ അവർ പ്രൊവൈഡ് ചെയ്യുന്ന ഡോക്യുമെന്റേഷൻ അവൈലബിൾ ആണെങ്കിൽ അത് ഫോളോ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ, അല്ലെങ്കിൽ അത് തന്നെ ഫോളോ ചെയ്യുക കേട്ടോ. അപ്പൊ ഇതിനകത്ത് ഇവര് ഒരു ഇൻഡെക്സ്ഡ് ഫോർമാറ്റ് ഒരു ബുക്ക്ലെറ്റ് പോലെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് PDF വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം. എന്താണ് വേർഷൻ കൺട്രോൾ സിസ്റ്റം, എന്താണ് ഗിറ്റ് ഹിസ്റ്ററി, ഗിറ്റ് എന്താണ്, ഇത് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്ത് സെറ്റ് ചെയ്യാന്നൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ആദ്യം ഈ ഒരു വേർഷൻ കൺട്രോൾ സിസ്റ്റം, അതായത് ഗിറ്റിന്റെ ബേസിക് ഡെഫിനേഷൻ ആയിട്ട് എല്ലാവരും പറയുന്നത് ഇറ്റ്സ് എ ഡിസ്ട്രിബ്യൂട്ടഡ് വേർഷൻ കൺട്രോൾ സിസ്റ്റം എന്നാണ്. ഇപ്പൊ നമുക്ക് ഈ രണ്ട് ടേമില്ലേ, വേർഷൻ കൺട്രോൾ സിസ്റ്റത്തിനെയും ഡിസ്ട്രിബ്യൂട്ടറിനെയും കൂടെ സ്പ്ലിറ്റ് ചെയ്തിട്ട് എന്താ നോക്കാം. വേർഷൻ കൺട്രോൾ സിസ്റ്റം എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മളൊരു പ്രൊജക്റ്റിൽ വർക്ക് ചെയ്യുകയാണെന്ന് വിചാരിച്ചു. അപ്പം ഡിഫറെന്റ് വേർഷൻസ് നമ്മൾ റിലീസ് ചെയ്യൂലേ, അതായത് അതിന്റെ ഫസ്റ്റ് ഫ്യൂച്ചർ ഒരു ബേസിക് പ്രൊജക്ട് ബിൽഡ് ചെയ്യും, പിന്നെ ഓരോരോ അഡ്വാൻസ് എൻഹാൻസ്മെന്റ് വരുത്തി ഓരോ വേർഷനായിട്ട് കസ്റ്റമർ സൈഡിലേക്ക് നമ്മൾ ഡെലിവർ ചെയ്യും. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഈ ഒരു വേർഷൻ കൺട്രോൾ സിസ്റ്റം ഒരു ടൈം മെഷീൻ പോലെയാണ് നമ്മുടെ ഒരു കോഡിന്റെ ആക്ട് ചെയ്യുന്നത്. അതായത് ഒരു പർട്ടിക്കുലർ ഫയൽ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഫയലിൽ ഓവർ ദ ടൈം വന്നിരിക്കുന്ന എല്ലാ ചേഞ്ചസിനെയും നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് ഇപ്പൊ ഒരു സ്പെസിഫിക് ലൈൻ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു കോഡിൽ ആരൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്, അതിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് വന്നിരിക്കുന്നത്. ഇനിയിപ്പം ഇൻ കേസ് നമുക്കൊരു പുതിയൊരു വേർഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്തു, എന്നിട്ട് എന്തെങ്കിലും ഒരു ഈ ഒരു വേർഷനിൽ ഒരു ഇഷ്യൂസ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് പ്രീവിയസ് വേർഷനിലേക്ക് റോൾ ബാക്ക് ചെയ്യാം. ഇതിപ്പോ നമ്മള് എന്താ പറയാ, ഇത് കൂടാതെ ഇൻഡസ്ട്രിയിൽ ഗിറ്റ് അല്ലാതെയും വേർഷൻ കൺട്രോൾ സിസ്റ്റംസ് അവൈലബിൾ ആണ്. മെർക്കൂറിയൽ, അതുപോലെ തന്നെ SVN എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ. അപ്പൊ അതും ഇതും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ ബ്രാഞ്ചിങ് മെർജിങ് ടെക്നോളജീസ് ഒക്കെ ഉണ്ടാവും, നമ്മൾ നെക്സ്റ്റ് പഠിക്കും. അതൊക്കെ ഇവിടെ ഈസിയർ ആണ് മറ്റുള്ളതിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇതിന്റെ വേർഷൻ കൺട്രോൾ സിസ്റ്റത്തിന്റെ അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ എന്തെങ്കിലും ഇപ്പൊ നമ്മുടെ ഒരു ഫ്രണ്ട് അല്ലെങ്കിൽ നമ്മൾ തന്നെ നമ്മുടെ കോഡിന്റെ ഒരു ക്രൂഷ്യൽ ലൈൻ ആക്സിഡന്റലി ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിച്ചു, ഈസി ആയിട്ട് നമുക്ക് ഗിറ്റ് യൂസ് ചെയ്തിട്ട് ഇത് റീസ്റ്റോർ ചെയ്യാം, ഒന്നും ഇഷ്യൂ ഇല്ല. ഇതൊക്കെയാണ് വേർഷൻ കൺട്രോൾ സിസ്റ്റം. ഇനി ഡിസ്ട്രിബ്യൂട്ടഡ് വേർഷൻ കൺട്രോൾ സിസ്റ്റം എന്താണെന്ന് വെച്ചാൽ ഇതാണ് ഗിറ്റിന്റെ ഏറ്റവും കീ ആസ്പെക്ട്. അതായത് ഇവരുടെ തന്നെ സൈറ്റിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം, ഇനിഷ്യലി ലോക്കൽ വേർഷൻ കൺട്രോൾ സിസ്റ്റം ഉണ്ടായിരുന്നു, പിന്നെ അത് സെൻട്രലൈസ്ഡ് വേർഷൻ കൺട്രോൾ സിസ്റ്റം. അതായത് എല്ലാ ഡെവലപ്പേഴ്സും ഡിപ്പെൻഡ് ചെയ്യുന്നത് ഒരു സെൻട്രൽ സെർവറിനെ ആയിരിക്കും അവരുടെ ഒരു കൊളാബറേഷന് വേണ്ടിയിട്ട്. ഇൻ കേസ് ഈ ഒരു സെൻട്രൽ സെർവറിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂസ് വന്നിട്ടുണ്ടെങ്കിൽ അത് റിക്കവർ ആയി വരുന്നത് വരെ ആ ഒരു ടീം അവരുടെ പ്രൊജക്ട് സ്നാപ്ഷോട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. അപ്പം അതിന് പകരമായി അല്ലെങ്കിൽ അതിനെ ഒന്നും കൂടെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗിറ്റ് യൂസ് ചെയ്യുന്നത് ഡിസ്ട്രിബ്യൂട്ടഡ് വേർഷൻ കൺട്രോൾ സിസ്റ്റം ആണ്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു സെൻട്രൽ സിസ്റ്റം അല്ലാതെ എല്ലാ ഡെവലപ്പേഴ്സിന്റെ കയ്യിലും അവരുടെ പ്രൊജക്ടിന്റെ ഹിസ്റ്ററിയും അതൊരു എൻറ്റയർ കോപ്പി ഉണ്ടാവും. അപ്പൊ ഈ ഹിസ്റ്ററി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു റെപ്പോസിറ്ററി, നമ്മുടെ ഡാറ്റാബേസ് പോലെയാണ്. അവിടെയാണ് ഈ പ്രൊജക്റ്റിൽ ഇത് ഓവർ ദ ടൈം വന്നിരിക്കുന്ന ചേഞ്ചസ് എല്ലാം നമ്മൾ കീപ്പ് ചെയ്യുന്നത്. അപ്പൊ ഈ ചേഞ്ചസ് നമുക്ക് GUI യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ ID യൂസ് ചെയ്തിട്ടൊക്കെ നമുക്ക് കാണാൻ പറ്റും. അത് ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഈ ഒരു റെപ്പോസിറ്ററി ഉണ്ട്. ഈ ഒരു ഹിസ്റ്ററി എല്ലാ ലോക്കൽ റെപ്പോസിറ്ററിയും എല്ലാ ഡെവലപ്പേഴ്സും ഒരു ടീം ആയിട്ടാണല്ലോ നമ്മളൊക്കെ എപ്പോഴും ഒരു പ്രൊജക്റ്റിൽ വർക്ക് ചെയ്യുന്നത്. എല്ലാ ഡെവലപ്പേഴ്സിനും ഒരു ലോക്കൽ റെപ്പോസിറ്ററി അവൈലബിൾ ആയിരിക്കും. ഇൻ കേസ് എന്തെങ്കിലും ഒരു ഇഷ്യൂ ഒരു സെൻട്രൽ സെർവറിൽ വന്നിട്ടുണ്ടെങ്കിലും ഇത് സിൻക്രണൈസ് ചെയ്യാൻ അവരുടെ ലോക്കൽ കോപ്പി ത്രൂ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതാണ് ഇതിന്റെ മെയിൻ ഫീച്ചേഴ്സ്. അതായത് ഇപ്പൊ ഗിറ്റ് എന്താണെന്ന് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയില്ലേ. ഇനി നമുക്ക് ഗിറ്റ് എങ്ങനെയൊക്കെ വർക്ക് ചെയ്യാം അല്ലെങ്കിൽ ഗിറ്റ് എങ്ങനെയൊക്കെ യൂസ് ചെയ്യാം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അതിനു വേണ്ടി നമുക്ക് ഗിറ്റ് നമ്മുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്യണം അല്ലെ.
ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം നിങ്ങളുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ബേസ് ചെയ്തിട്ട് ഇപ്പം ലിനക്സ് ആണെങ്കിൽ കമാൻഡ് ലൈൻ ത്രൂ ഇൻസ്റ്റാൾ ചെയ്യാം, മാർക്ക് ആണെങ്കിൽ അതിന്റെ ഇൻസ്റ്റാളേഷൻ അവൈലബിൾ ആണ്. ഇനി ഞാൻ യൂസ് ചെയ്യുന്നത് എന്റെ സിസ്റ്റം വിൻഡോസ് ആയതുകൊണ്ട് നിങ്ങളുടെയും സിസ്റ്റം വിൻഡോസ് ആണെന്നുണ്ടെങ്കിൽ എല്ലാത്തിന്റെയും ഇൻസ്റ്റാളേഷൻ ഇവരോട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വിൻഡോസിന്റെ ഡൗൺലോഡ് ചെയ്യാൻ ഞാൻ ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് വിൻഡോസിന്റെ ആയതുകൊണ്ടാണ് കേട്ടോ. ഇവിടെ കണ്ടില്ലേ വിൻ ആയതുകൊണ്ടാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ ബേസ് ചെയ്തിട്ട് എക്സിക്യൂട്ടബിൾ വിൻഡോസ് ആണെങ്കിൽ വിൻഡോസിന്റെ എക്സിക്യൂട്ടബിൾ ഫയൽ ഡൗൺലോഡ് ചെയ്യുക. നോർമൽ നിങ്ങളൊരു സോഫ്റ്റ്വെയർ നിങ്ങളുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന പോലെ നെക്സ്റ്റ് കൊടുത്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ, വൺസ് ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഗിറ്റ് നിങ്ങൾക്ക് ഇത് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൂളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒന്നെന്ന് പറയുന്നത് ഇപ്പം ഞാൻ പറഞ്ഞ പോലെ 2-3 വിധത്തിൽ ഗിറ്റ് കമാൻഡ്സ് നിങ്ങൾക്ക് എക്സിക്യൂട്ട് ചെയ്യും. നിങ്ങൾക്ക് ഫസ്റ്റ് ഏറ്റവും എല്ലാവരും പ്രിഫർ ചെയ്യുന്നത് കമാൻഡ് ലൈൻ ത്രൂ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിന് ഗിറ്റ് കമാൻഡും ഗിറ്റ് ബാഷും 2 കമാൻഡ്സ് ടെർമിനൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു എന്താ പറയാ കമാൻഡ്സ് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൽ ഗിറ്റ് ബാഷ് ആണ് എഗെയിൻ പ്രിഫർ ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾക്ക് ബാഷ് കമാൻഡ്സ് ഇപ്പം സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജിലെ ലിനക്സിന്റെ അത് അറിയാന്നുണ്ടെങ്കിൽ ഇപ്പൊ LSCD LS കമാൻഡ്സ് ഒക്കെ ഇവിടെ വർക്ക് ചെയ്യും. ഇനി അല്ല നിങ്ങൾക്ക് വിൻഡോസ് കമാൻഡ്സിലാണ് ഫെമിലിയർ ആയിട്ടുള്ളതെങ്കിൽ ഗിറ്റ് CMD എന്ന് പറഞ്ഞിട്ടുള്ളത് യൂസ് ചെയ്താൽ മതി കേട്ടോ. അപ്പൊ നമ്മൾ ഇന്ന് ഗിറ്റ് ബാഷ് ആണ് ഫോളോ ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് തീരെ കമാൻഡ് ലൈൻസിനെ പറ്റി ഒരു അറിവും ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഗിറ്റ് തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന അവരുടെ ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് GUI ഉണ്ട്. അവിടെ നമുക്ക് ഈ കമാൻഡ്സ് ഒന്നും അറിയേണ്ട ആവശ്യമില്ല. സാധാരണ ഒരു ബട്ടൺ ക്ലിക്കിൽ നമ്മുടെ പ്രൊജക്ടിന്റെ സേവ് അപ്ഡേറ്റ് ഡിലീറ്റ് ഫംഗ്ഷനാലിറ്റീസ് ഒക്കെ നടക്കുന്ന പോലെ ഇവിടെ നമുക്ക് ഒരു പുതിയ റെപ്പോസിറ്ററി ക്രിയേറ്റ് ചെയ്യാനും എക്സിസ്റ്റിംഗ് റെപ്പോസിറ്ററിനെ ക്ലോൺ ചെയ്യാനും ഒക്കെ ഇത് ത്രൂ ചെയ്യാൻ പറ്റും. പക്ഷെ ഇത് ഒരു ഡെവലപ്പർ എന്ന രീതിയിൽ നമ്മൾ ഇത് പ്രിഫർ ചെയ്യുന്നില്ല. നമ്മൾ എപ്പോഴും വർക്ക് ചെയ്യുന്നത് കമാൻഡ് ലൈൻ ത്രൂ ആയിരിക്കും. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ എന്താ പറയാ ഓഫീസിലൊക്കെ ഗിറ്റ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അറിയാൻ പറ്റും. ഓക്കെ, അപ്പം ഇത് നിങ്ങൾ ഈ ഒരു ഗിറ്റ് ഞാൻ ഈ കാണിച്ചുന്ന വെബ്സൈറ്റ് പോയിട്ട് ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ അതിന്റെ കൂടെ കിട്ടുന്നതാണ്. ഈ വൺസ് ഇത് ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഗിറ്റ് ബാഷ് ആണ് തന്നെ വേണമെന്നില്ല. നിങ്ങളുടെ നോർമൽ ടെർമിനലിൽ പോയിട്ട് ഗിറ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാൻ ഈ കമാൻഡ് അടിച്ചു നോക്കിയാൽ മതി. ഗിറ്റ് --വേർഷൻ എന്ന് കൊടുക്കുക. അപ്പം നിങ്ങളുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ഗിറ്റിന്റെ വേർഷൻ കാണാം. വൺസ് ഇത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എന്റെ 4.3 ആണ്. കാരണം ഞാനിത് കുറെ മുന്നേ ഇൻസ്റ്റാൾ ചെയ്തതാണ്. നമ്മുടെ ഗിറ്റ് റെപ്പോസിറ്ററി സ്റ്റാർട്ട് ചെയ്തപ്പോൾ ചെയ്തതാണ്. ഇപ്പം 2.4.9 ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ലേറ്റസ്റ്റ് വേർഷൻ ഇൻസ്റ്റാൾ ചെയ്യാം കേട്ടോ. വേർഷൻ ബോൾഡ് ആണെങ്കിലും എല്ലാ ഫീച്ചേഴ്സും നമ്മൾ ഈ ട്യൂട്ടോറിയലിൽ കവർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം ഏകദേശം ഗിറ്റിനെ പറ്റി നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയല്ലേ? ഡൗൺലോഡ് ചെയ്ത് ഈ ഒരു വിധത്തിൽ ഇൻസ്റ്റാൾ ചെയ്യാം. ഇനി നമുക്ക് ഗിറ്റ് എങ്ങനെയാണ് കോൺഫിഗർ ചെയ്യുന്നത് നോക്കാം. അതിന് അഗെയിൻ ഇവരുടെ ഡോക്യുമെന്റേഷനിലേക്ക് തിരിച്ചു വരിക, അടുത്ത ചാപ്റ്റർ ആക്സസ് ചെയ്യാം. അപ്പൊ നിങ്ങൾ മസ്റ്റ് ആയിട്ടും ഞാൻ നേരത്തെ കാണിച്ചു തന്നിട്ടുള്ള ഒരു ഗിറ്റിന്റെ ഹിസ്റ്ററിയും അതുപോലെ തന്നെ ഈ ഒരു ഡിസ്ട്രിബ്യൂട്ടഡ് വേർഷൻ കൺട്രോൾ സിസ്റ്റം വർക്ക് ചെയ്യുന്ന എന്താ ഗിറ്റ് എന്നൊക്കെയുള്ള ഇവരുടെ ഈ ടെക്നിക്കൽ ടേംസ് ഒക്കെ വായിച്ചു നോക്കണം കേട്ടോ. കാരണം നിങ്ങൾ ഇൻഡെപ്ത് എന്ത് കാര്യം പഠിക്കുവാണെങ്കിലും ഒരു ഇൻഡെപ്ത് പഠിക്കുക. ഓക്കെ, ഇനി നമുക്ക് കോൺഫിഗർ ചെയ്യാം. അപ്പൊ നമ്മൾ ഗിറ്റിന്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ കുറച്ച് കോൺഫിഗറേഷൻസ് സെറ്റ് ചെയ്യാനുണ്ട്. ഇത് വൺസ് സെറ്റ് ചെയ്യുന്നതാണ് കേട്ടോ. വൺസ് സെറ്റ് ചെയ്താൽ പിന്നെ നമുക്കത് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ ഇൻസ്റ്റാളിങ്ങിന്റെ താഴത്തെ ഓപ്ഷൻ ചൂസ് ചെയ്താൽ മതി. ഇൻസ്റ്റാളിങ്ങിലാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലിനക്സിന്റെ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം, അതുപോലെ തന്നെ ഇതിന്റെ സൂപ്പർ ഡോക്യുമെന്റേഷൻ ആട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഡോക്യുമെന്റേഷൻ. വിൻഡോസിൻ്റെത് അതുപോലെ തന്നെ മാക് എല്ലാത്തിനെയും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇൻസ്റ്റാളേഷൻ ഒരു ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ അത് ചൂസ് ചെയ്താൽ മതി. നമ്മൾ അത് കഴിഞ്ഞിട്ട് വൺസ് ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞാൽ ഫസ്റ്റ് ടൈം ഗിറ്റ് സെറ്റപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഇല്ലേ, അത് ചൂസ് ചെയ്യാം. അതിനകത്ത് അവർ പറയുന്നുണ്ട്, അതായത് നമ്മൾ നമ്മുടെ ഗിറ്റ് എൻവറോൺമെന്റിനെ കസ്റ്റമൈസ് ചെയ്യണം. കാരണം എന്താ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗിറ്റ് നമ്മുടെ കോഡിന്റെ ചേഞ്ചസ് എല്ലാം ട്രാക്ക് ചെയ്ത് സ്റ്റോർ ചെയ്യുന്നുണ്ട്. സോ നമ്മൾ ആരാണെന്ന് അറിഞ്ഞാലല്ലേ നമ്മളെ ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റൂ. സോ എന്തൊക്കെ ബേസിക് കോൺഫിഗറേഷൻസ് എന്തൊക്കെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ നെയിം, നമ്മുടെ ഇമെയിൽ, അതുപോലെ തന്നെ ഡീഫാൾട്ട് ആയിട്ടുള്ള നമ്മുടെ ടെക്സ്റ്റ് എഡിറ്റർ, ഇത്രയും കാര്യങ്ങൾ. ഇതിൽ ടെക്സ്റ്റ് എഡിറ്റർ മാൻഡേറ്ററി അല്ല, നമ്മുടെ ഐഡന്റിറ്റിയിൽ വരുന്നതാണ് ഈ ഒരു നെയിമും അതുപോലെ തന്നെ ഇമെയിൽ ID. അപ്പം ഗിറ്റ് കോൺഫിഗ് കമാൻഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മളിത് സെറ്റ് ചെയ്യുന്നത്. ഗിറ്റ് കോൺഫിഗ് ഇനി സെറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 3 ലെവലിൽ സെറ്റ് ചെയ്യാം. ഒന്നെങ്കിൽ നമ്മുടെ ഈ ഒരു സിസ്റ്റത്തിലെ എല്ലാ യൂസേഴ്സിനും ഒരു സെറ്റിംഗ് സെറ്റ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ സ്പെസിഫിക് ആയിട്ട് ഈ ഒരു കറന്റ് യൂസറിന്റെ എല്ലാ പ്രൊജക്ട്സിനും അല്ലെങ്കിൽ എല്ലാ റെപ്പോസിറ്ററീസും ആപ്ലിക്കബിൾ ആകുന്ന പോലെ സെറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് റെപ്പോസിറ്ററിക്ക് മാത്രമായിട്ട് സെറ്റ് ചെയ്യാം. നമ്മൾ ഈ ഗ്ലോബൽ ഓപ്ഷൻ ആണ് കേട്ടോ ചൂസ് ചെയ്യുന്നത്. സോ നമ്മുടെ ഈ ഒരു യൂസറിന്റെ എല്ലാ ഒരു പ്രൊജക്ട്സിനും അല്ലെങ്കിൽ എല്ലാ റെപ്പോസിറ്ററിക്കും ഈ ഒരു കോൺഫിഗറേഷൻ ഓപ്ഷൻ അവൈലബിൾ ആയിരിക്കും. ഇനി ഫസ്റ്റ് യൂസർ നെയിം സെറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്: ഗിറ്റ് കോൺഫിഗ് -- global
യൂസർ ഡോട്ട് നെയിം എന്ന് പറഞ്ഞിട്ട് സ്പേസ് ഉണ്ടെങ്കിൽ ഡബിൾ കോട്സിന്റെ ഉള്ളിൽ നെയിം കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിംഗിൾ കോട്സിന്റെ ഉള്ളിൽ കൊടുത്താൽ മതി. അതുപോലെ ഇപ്പൊ യൂസർ പ്രോപ്പർട്ടിയിൽ തന്നെ ഇമെയിൽ ഐ ഡി സെയിം ഓപ്ഷൻ തന്നെയാണ്, ഡോട്ട് ഇമെയിൽ എന്ന് പറഞ്ഞിട്ട് ഇമെയിൽ ഐ ഡിയും സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് ഞാൻ ഓൾറെഡി എന്റെ സിസ്റ്റത്തിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ ഗിറ്റ് കോൺഫിഗ് ഗ്ലോബലി സെറ്റ് ചെയ്തിരിക്കുന്ന യൂസർ ഡോട്ട് നെയിം, എന്റെ റെപ്പോസിറ്ററിന്റെ നെയിം ഗോഡീസ് വിത്ത് അനു അല്ലേ, നിങ്ങൾ ചിലപ്പോൾ യൂസ് ചെയ്തിട്ടുണ്ടാവും, എന്റെ പ്രൊജക്റ്റ് ഒക്കെ പുള്ള് ചെയ്തിട്ടുണ്ടാവും, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കോഡീസ് വിത്ത് അനു ആണ്. സെയിം തന്നെ യൂസർ ഡോട്ട് ഇമെയിൽ എന്ന് കൊടുത്താൽ നമുക്ക് ഇമെയിൽ ഐ ഡിയും കിട്ടും. ഇതുപോലെ തന്നെ ഇപ്പോൾ ഐഡന്റിറ്റി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഓപ്ഷൻ നിങ്ങൾ ഡീഫാൾട്ട് എഡിറ്റർ സെറ്റ് ചെയ്യണം. ഇത് മാൻഡേറ്ററി ഒന്നും അല്ല കേട്ടോ. ഡീഫാൾട്ട് ഇപ്പോ മാക്കിന്റെ കേസിലേക്ക് ഇവരോട് പറഞ്ഞിട്ടുണ്ട്, നമ്മളിപ്പം വിഷ്വൽ സ്റ്റുഡിയോ യൂസ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് വിഷ്വൽ സ്റ്റുഡിയോനെ എഡിറ്റർ ആയിട്ട് സെറ്റ് ചെയ്യാം. അപ്പൊ നിങ്ങൾ കോർ എഡിറ്റർ ഇത്രയും കാര്യങ്ങളല്ലേ, ഗിറ്റ് കോൺഫിഗ് --ഗ്ലോബൽ കോർ ഒബ്ജക്റ്റിനകത്ത് ഡോട്ട് എഡിറ്റർ ആയിട്ട് സെറ്റ് ചെയ്യുമ്പോൾ ഇപ്പോ ഇതാണ് സെറ്റ് ചെയ്യുന്നതെങ്കിൽ, അതായത് വിഷ്വൽ സ്റ്റുഡിയോ ആണ് സെറ്റ് ചെയ്യുന്നതെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഞാൻ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ, ഗിറ്റ് അത് ഞാൻ ഫസ്റ്റ് കാണിച്ചു തരാം. കോൺഫിഗ് --ഗ്ലോബൽ കോർ ഡോട്ട് എഡിറ്റർ. ഇത് റീസെറ്റ് ആയോന്നൊരു ഡൗട്ട് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യാം. സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഇപ്പൊ വിഷ്വൽ സ്റ്റുഡിയോയിൽ സാധാരണ നമ്മൾ ടെർമിനൽ ത്രൂ ഓപ്പൺ ചെയ്യുന്നത് കോഡ് വെച്ചിട്ടല്ലേ. സോ കോഡ് എന്ന് കൊടുക്കുക, അതായത് ഇപ്പം CMD കോഡ് എന്ന് കൊടുത്താൽ നമുക്ക് വിഷ്വൽ സ്റ്റുഡിയോ ഓട്ടോമാറ്റിക് ആയിട്ട് ഓപ്പൺ ചെയ്ത് വന്ന് കണ്ടിട്ടില്ലേ. അതിന്റെ കൂടെ നിങ്ങൾക്ക് വെയിറ്റ് ഓപ്ഷനും കൂടെ സെറ്റ് ചെയ്യാം. വെയിറ്റ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൺസ് നമ്മുടെ ഒരു ഇത് വിഷ്വൽ സ്റ്റുഡിയോ ഓപ്പൺ ആയിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രോസസ്സ് കംപ്ലീറ്റ് ആയി വിഷ്വൽ സ്റ്റുഡിയോ ക്ലോസ് ആവുന്നത് വരെ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകുന്നത് ഗിറ്റ് വെയിറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ നമ്മളിത് സെറ്റ് ചെയ്തു. ഇങ്ങനെയാണ് കേട്ടോ വിഷ്വൽ സ്റ്റുഡിയോന്റെ സെറ്റ് ചെയ്യുന്നത്. കോഡ് സ്പേസ് വെയിറ്റ് കൊടുക്കുക. ഇപ്പൊ കണ്ടില്ലേ, കോഡ് വെയിറ്റ് സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഈ ഗിറ്റ് ഈ കോൺഫിഗറേഷൻസ് എല്ലാം കൂടെ ഒരു ടെക്സ്റ്റ് ഫയൽ ആയിട്ട് സ്റ്റോർ ചെയ്യും. നമുക്ക് വേണമെങ്കിൽ ആ ടെക്സ്റ്റ് ഫയലിൽ നിന്നും എഡിറ്റ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ആ ഒരു ടെക്സ്റ്റ് ഫയൽ കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് അഗൈൻ ഗിറ്റ് കമാൻഡ് ഉണ്ട്, ഗിറ്റ് കോൺഫിഗ് ഗ്ലോബൽ നമ്മുടെ ടെക്സ്റ്റ് എഡിറ്ററിൽ ഓപ്പൺ ചെയ്ത് വരാൻ വേണ്ടിയിട്ട് ടെക്സ്റ്റ് എഡിറ്റർ ഓപ്പൺ ചെയ്ത് വരാൻ വേണ്ടിയിട്ടാണ് ഡാഷ് കൊടുത്തത്. നിങ്ങൾ നോക്കിയാൽ കാണാം ഈ കോൺഫിഗറേഷൻ ഫയൽ നമ്മുടെ കോഡ് എഡിറ്ററിൽ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. നമ്മൾ ആ സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ, അതായത് എന്താ പറയുക, യൂസറിന്റെ ഡീറ്റെയിൽസ് അതുപോലെ തന്നെ കോഡ് എഡിറ്റർ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്കൊരു ഇഷ്യൂ വന്നിട്ടുണ്ടായിരുന്നു, അത് ഞാൻ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ കോഡ് സ്പെസിഫൈ ചെയ്യുമ്പോൾ ഇതുപോലെ --വെയിറ്റിന് കൊടുക്കണമായിരുന്നു. ഞാൻ അറിയാതെ അത് --വെയിറ്റിനെ കൊടുത്തിട്ടുള്ളൂ. അതുകൊണ്ടാണ് നമുക്ക് ആ നേരത്തെ ഒരു വാർണിംഗ് മെസ്സേജ് കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് വന്നത്. അത് ഞാൻ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ ആ ഭാഗം റെക്കോർഡ് ആയില്ല, സോറി. അപ്പൊ ഇത്രയാണ് ഗിറ്റിന്റെ ബേസിക് ആയിട്ടുള്ള കോൺഫിഗറേഷൻ കാര്യങ്ങൾ. ഞാൻ നിങ്ങൾക്ക് വിഷ്വൽ സ്റ്റുഡിയോന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടെ പറഞ്ഞുതരാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് നേരത്തെ നമ്മൾ ഗിറ്റ് എങ്ങനെയൊക്കെ യൂസ് ചെയ്യാന്നാ പറഞ്ഞത്, കമാൻഡ് ലൈൻ ത്രൂവും അതുപോലെ GUI ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് ത്രൂവും ചെയ്യാം. അതിൽ അവർ പ്രൊവൈഡ് ചെയ്യുന്ന ബിൽറ്റ് ഇൻ ടൂൾ അല്ലാതെ എക്സ്റ്റേണൽ ടൂൾസും അവൈലബിൾ ആണ്. ഇതൊന്നും കൂടാതെ നിങ്ങൾക്ക് വിഷ്വൽ സ്റ്റുഡിയോന്റെ ഈ ഒരു എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കോൺഫിഗറേഷൻ ആണ് ഈ സോഴ്സ് കൺട്രോൾ. ഇവിടെയും ചെയ്യാം കേട്ടോ. ഇവിടെ ഇപ്പൊ നിങ്ങൾ ഗിറ്റ് അല്ല SVN അല്ല ഏതാണ് വേർഷൻ കൺട്രോൾ സിസ്റ്റം യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിലും ഇപ്പൊ നിങ്ങളുടെ ഫയൽസിനെ ട്രാക്ക് ചെയ്യാനും മാനേജ് ചെയ്യാനൊക്കെ ഇവർ ബിൽറ്റ് ഇൻ ആയിട്ട് തന്നെ ഒരു ID, ഇപ്പൊ വിഷ്വൽ സ്റ്റുഡിയോ എന്നല്ല എല്ലാ IDSും ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇത് കൂടാതെ നിങ്ങൾക്ക് എക്സ്റ്റൻഷനിൽ പോയിട്ട് ഒന്നും കൂടെ നിങ്ങൾക്ക് കുറച്ചും കൂടെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടി ഗിറ്റ് ലെൻസും കൂടെ ഡൗൺലോഡ് ചെയ്യാം. ഇത് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ഇപ്പൊ നിങ്ങൾ ഏതെങ്കിലും ഒരു ലൈനിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ആരും എപ്പോ എങ്ങനെ എഡിറ്റ് ചെയ്തു എന്നുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഒരു പോപ്പപ്പ് പോലെ വന്നിട്ട് കിട്ടും. കോഡ് എഡിറ്റിന്റെ ഡീറ്റെയിൽ ഒക്കെ കിട്ടും. എന്ത് കോഡായ പ്രീവിയസ് ഉണ്ടായിരുന്നത് ഇപ്പൊ എങ്ങനെയാ എഡിറ്റ് ചെയ്തെന്നുള്ള ഡീറ്റെയിൽസ് കിട്ടും. ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ്. ഇനി നമുക്ക് ഓരോരോ സ്റ്റെപ്പായിട്ട് നോക്കാം. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മുടെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു റിപ്പോസിറ്ററി ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ രണ്ട് വിധത്തിൽ നമുക്ക് ഇത് ക്രിയേറ്റ് ചെയ്യാം. രണ്ട് വേ ഇവർ പറയുന്നുണ്ട്. ഒന്നെങ്കിൽ നമ്മുടെ ഇപ്പോൾ എക്സിസ്റ്റിംഗ് ആയിരിക്കുന്ന ഒരു പ്രൊജക്ട് നമ്മുടെ കയ്യിലുണ്ട്, അവിടെ നമ്മൾ ഒരു വേർഷൻ കൺട്രോൾ സിസ്റ്റം അത് യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു കറണ്ട് ഡയറക്ടറിനെ ഗിറ്റ് റെപ്പോസിറ്ററി ആയിട്ട് ചേഞ്ച് ചെയ്യാം. അതിനുള്ള കമാൻഡ് നമ്മൾ നോക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ആളുടെ ഗിറ്റിനെ നമുക്ക് ക്ലോൺ ചെയ്തെടുക്കാം. ഗിറ്റ് റെപ്പോസിറ്ററി നമുക്ക് എവിടുന്ന്, അപ്പം ഒന്നെങ്കിൽ ഗിറ്റ് ഹബിൽ പോയിട്ടൊക്കെ നമുക്ക് ക്ലോൺ ചെയ്തെടുക്കാം. ഞാൻ കാണിച്ചത് ഇപ്പം നിങ്ങൾ ചിലപ്പോൾ എന്റെ പ്രൊജക്ട് ഒക്കെ അല്ലെങ്കിൽ ഏതെങ്കിലും ഡെവലപ്പേഴ്സിന്റെ പ്രൊജക്ട് ഒക്കെ ക്ലോൺ ചെയ്തെടുത്തിട്ടുണ്ടാവും.
നമ്മൾ ഫോളോ ചെയ്യുന്നത് ഈ ആദ്യത്തെ മെത്തേഡാണ് കേട്ടോ. കാരണം നമ്മുടെ കയ്യിൽ ഒരു എക്സിസ്റ്റിംഗ് പ്രോജക്റ്റും ഇല്ല. അതുപോലെ ഇപ്പൊ എക്സിസ്റ്റിംഗ് പ്രൊജക്ട് ഉണ്ടെങ്കിലും നിങ്ങൾ ഒരു വേർഷൻ കൺട്രോൾ സിസ്റ്റം ഇല്ലാന്നുണ്ടെങ്കിലും ഈ ഫസ്റ്റ് മെത്തേഡ് യൂസ് ചെയ്യാം. എന്നിട്ട് വൺസ് ഇപ്പൊ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയൊരു പ്രൊജക്ട് ഫോൾഡർ ക്രിയേറ്റ് ചെയ്യും. ആ ഫോൾഡറിലായിരിക്കും എന്റെ പ്രൊജക്റ്റിലേക്ക് ഇനി വരാനുള്ള ഫയൽസും അതുപോലെ ഫോൾഡേഴ്സും കാര്യങ്ങളൊക്കെ സേവ് ചെയ്യാൻ പോകുന്നത്. എന്നിട്ട് അതിൽ നിന്ന് ഒരു ഗിറ്റ് റെപ്പോസിറ്ററി, ഒരു എം ടി ഗിറ്റ് റെപ്പോസിറ്ററി ഇനിഷ്യലൈസ് ചെയ്യും. ഒരു എം ടി ഗിറ്റ് റെപ്പോസിറ്ററി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കമാൻഡ് ഇതാണ്. ഗിറ്റ് ഇനിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ കമാൻഡ് യൂസ് ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്കിനി ഗിറ്റ് ബാഷിൽ പോയിട്ട് ഈ ഒരു ഓരോന്നായിട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ ഇവിടെ ഞാൻ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് എൻ്റെ ഈ ഒരു ഇപ്പൊ ഞാൻ നിൽക്കുന്നത് ഒരു ലെനോവോയുടെ ഡെസ്ക്ടോപ്പിലാണ്. അപ്പൊ അവിടെ നിന്നിട്ട് ഞാനൊരു നോർമൽ ഒരു എം ടി ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. മേക്ക് ഡയറക്ടറി കമാൻഡ് mkdir സ്പേസ് റിയാക്ട് ട്യൂട്ടോറിയൽ എന്നാണ് ട്ടോ നെയിം കൊടുക്കുന്നത്. ഞാനിത് ഇതിന്റെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്യുവാണ്. cd സ്പേസ് റിയാക്ട് ട്യൂട്ടോറിയൽ. ഇനി ഇൻ കേസ് നിങ്ങൾക്ക് റിയാക്ട് അറിയില്ല എന്നുണ്ടെങ്കിലും പേടിക്കേണ്ട, ഞാൻ ജസ്റ്റ് ഒരു നെയിം കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ ഇപ്പൊ ഏത് ടെക്സ്റ്റ് ആക്കാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നതെന്നുണ്ടെങ്കിലും ഗിറ്റിന്റെ വർക്ക് ഫ്ലോ സെയിം തന്നെയാണ് കേട്ടോ. നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാനൊക്കെ പറ്റുന്നത് സെയിം തന്നെയാണ്. വൺസ് ഇതിന്റെ ഉള്ളിൽ ഞാൻ എൻ്റർ ചെയ്തിട്ട് ഇനി ഗിറ്റ് ഇനിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള കമാൻഡ് കൊടുക്കുകയാണ് കേട്ടോ. ഈ ഒരു കമാൻഡ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും ഒരു എം ടി ഡയറക്ടറി മീൻസ് ഡെപ്പോസിറ്ററി ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇവിടെ നമ്മുടെ പ്രൊജക്റ്റ് ഒരു ഗിറ്റ് പ്രൊജക്റ്റ് ആയിട്ടുണ്ട്. ഇനി ഞാൻ നിങ്ങൾക്ക് വേറൊരു കാര്യം കാണിച്ചു തരാം. ഫസ്റ്റ് ഞാൻ ls കമാൻഡ് യൂസ് ചെയ്തിട്ട് ഈ ഒരു ഗിറ്റ് റെപ്പോസിറ്ററിയിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. സോറി, എന്റെ പ്രൊജക്റ്റിൽ എന്തെങ്കിലും ഇതുവരെ നമ്മൾ ഫയൽസ് ഒന്നും ചെയ്തിട്ടില്ലല്ലോ. സോ നമുക്ക് എം ടി ആയിരിക്കില്ലേ വരുന്നത്. ഇനി ഞാൻ ls-a കൊടുത്തിട്ട് ഈ ഒരു സെയിം കമാൻഡ് ഒന്നും കൂടെ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരു ഡോട്ട് ഗിറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫോൾഡർ. ഈ ഫോൾഡർ എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ പ്രൊജക്ടിന്റെ എല്ലാ ഇൻഫർമേഷൻസിനും ഞാൻ ഓൾറെഡി പറഞ്ഞു റെപ്പോസിറ്ററി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മുടെ പ്രൊജക്ട് ഇൻഫർമേഷൻ ഇപ്പൊ കമ്മിറ്റ്സ്, ബ്രാഞ്ചസ്, ഹിസ്റ്ററി എല്ലാം സ്റ്റോർ ചെയ്യുന്നതാണെന്നല്ലേ. അപ്പൊ ഈ കംപ്ലീറ്റ് ഹിസ്റ്ററി സ്റ്റോർ ചെയ്യുന്നത് ഇവിടെയായിരിക്കും. ഇത് ആക്സിഡന്റലി എങ്ങാനും നിങ്ങൾ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രൊജക്ടിന്റെ എൻ്റയർ ഇതുവരെയുള്ള വേർഷൻ കൺട്രോൾ ഡാറ്റയും ആ പ്രൊജക്ടിന്റെ ലോസ് ആവും. നിങ്ങൾ ദയവ് ചെയ്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊജക്റ്റിൽ ഒന്ന് പോയിട്ട് ഇത് കൈവെക്കരുത്. ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വെറുതെ ഒരു പ്രൊജക്ട് ക്രിയേറ്റ് ചെയ്ത ഒരു ഗിറ്റ് റെപ്പോസിറ്ററി ഇനിഷ്യലൈസ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസ് ചെയ്തതിന് ശേഷം ഇത് ഡിലീറ്റ് ചെയ്ത് നോക്കുക കേട്ടോ. ഇനി നിങ്ങൾക്ക് ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റും. വിൻഡോസ് ഒക്കെ ആണെങ്കിൽ ഫയൽ എക്സ്പ്ലോറർ യൂസ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യാം. അവിടെ നിങ്ങൾക്ക് ബ്രാഞ്ചിങ് കാണാം, ഓരോ ഇൻഫർമേഷൻസ് എങ്ങനെയാണ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നുള്ള ഡീറ്റെയിൽസ് കാണാം. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. നമ്മളിപ്പം ഒന്നും ചെയ്യുന്നില്ല. നിങ്ങൾ നിങ്ങളുടെ ഒറിജിനൽ വർക്കിംഗ് ഡയറക്ടറിയിൽ ഇത് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അത് അങ്ങനെ തന്നെ വെക്കുക. ഞാൻ ജസ്റ്റ് ഈ ഹിഡൻ ഡയറക്ടറി നിങ്ങളെ കാണിച്ചു തന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി അടുത്ത കമാൻഡ്സിലേക്ക് മൂവ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ ഇതിന്റെ ഒരു കമ്മിറ്റ് പൈപ്പ് ലൈൻസ് അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ഗിറ്റിന്റെ ഒരു ഓവറോൾ വർക്ക് ഫ്ലോ ഞാൻ നിൽക്കൊന്ന് പറഞ്ഞുതരാം. എന്നിട്ട് നമുക്ക് ഓരോരോ കമാൻഡ്സ് ആയിട്ട് എടുക്കാം കേട്ടോ. ഇത് കുറച്ച് നല്ലപോലെ ശ്രദ്ധിക്കുക. കാരണം ഈ വർക്ക് ഫ്ലോ ബേസ് ചെയ്തിട്ടാണ് ഇനി അടുത്തടുത്ത കമാൻഡ്സ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ഇപ്പൊ നമുക്ക് ഒരു എം ഡി പ്രൊജക്ട് ഉണ്ടല്ലേ. നമുക്ക് നമ്മുടെ ഒരു ഫോൾഡർ മാത്രമേ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ. ഇനി അടുത്ത സ്റ്റെപ്പ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു നമുക്ക് ആവശ്യമുള്ള ഫീച്ചർ ബിൽഡ് ചെയ്തെടുക്കുക. അതായത് നമ്മൾ ഈ ഒരു കംപ്ലീറ്റ് പ്രോജക്റ്റ് ബിൽഡ് ചെയ്യാം. അപ്പൊ ഇങ്ങനെ ബിൽഡ് ചെയ്തു നമ്മൾ ആവശ്യമുള്ള ഫയൽസും ഫോൾഡേഴ്സും ഒക്കെ ആഡ് ചെയ്തു. ഇപ്പോൾ റിയാക്റ്റിലൊക്കെ കേസിലാണെന്നുണ്ടെങ്കിൽ എക്സാമ്പിൾ ഒരു നാവിഗേഷൻ ബാർ നമ്മൾ ക്രിയേറ്റ് ചെയ്യുവാണെങ്കിൽ അതിന്റെ കോമ്പോണന്റും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തു, CSS ഒക്കെ സെറ്റ് ചെയ്തു. അടുത്ത സ്റ്റെപ്പ് എന്താ ചെയ്യേണ്ടത്? നമുക്ക് ഇത് ഗിറ്റിലേക്ക് പുഷ് ചെയ്യണം അല്ലെ, അതായത് കമ്മിറ്റ് ചെയ്യണം. അപ്പം ഇതിന് എല്ലാ വേർഷൻ കൺട്രോൾ സിസ്റ്റത്തിലും ഇല്ലാത്ത ഒരു അഡ്വാൻറ്റേജ് ഇവിടെ ഉണ്ട്. ഇതിന് ബേസിക്കലി രണ്ട് പാർട്ട് ഉണ്ട്, അല്ലെങ്കിൽ രണ്ട് സ്റ്റെപ്പ് ഉണ്ടെന്ന് പറയാം. ഒരു സ്റ്റേജിങ് സ്റ്റേറ്റും ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ കമ്മിറ്റ് ചെയ്യുന്നത്. പേടിക്കേണ്ട, ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മൾ ഈ ചേഞ്ചസ് എല്ലാം ചെയ്യുന്ന സമയത്ത് ഗിറ്റ് ഇതിൽ അവെയർ ആയിരിക്കില്ല. അതായത് ഗിറ്റിന് അറിയാം ഇങ്ങനത്തെ ഫയൽസ് എക്സിസ്റ്റിംഗ് ആണെന്ന്, പക്ഷെ ഗിറ്റ് അതിനെ ട്രാക്ക് ചെയ്യുന്നൊന്നും ഉണ്ടായിരിക്കില്ല. അതിനകത്ത് വരുന്ന ചേഞ്ചസ് ഒന്നും ഗിറ്റ് ട്രാക്ക് ചെയ്യില്ല. അതായത് നമുക്ക് ഈ ഒരു ഫയൽ കമ്മിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്പ്ലിസിറ്റ്ലി ഗിറ്റിനോട് പറയണം, എനിക്ക് ഈ ഫയൽസ് ഒക്കെയാണ് കമ്മിറ്റ് ചെയ്യാനുള്ളത്, അല്ലെങ്കിൽ എനിക്ക് ഈ ഫയൽസ് ഒക്കെയാണ് എൻ്റെ ഒരു ലോക്കൽ റെപ്പോസിറ്ററിയിലേക്ക് ഫൈനലി പുഷ് ചെയ്യാനുള്ളതെന്ന്. ഇതിന്റെ റീസൺ എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ ആലോചിച്ച് നോക്കുക. നമ്മളൊരു പ്രൊജക്ട് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് നമുക്കൊരു സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷൻ ഉണ്ട്. അവിടെ നമ്മൾ നമ്മുടെ ഫയൽസും ഫോട്ടോസും ഒക്കെ പോസ്റ്റ് ചെയ്യും. അപ്പൊ നമ്മൾ ഒരു ബേസിക് ആപ്ലിക്കേഷൻ ആണ്. അവിടെ ലൈക്കും കമന്റും ഒന്നും ചെയ്യാനുള്ള ഫീച്ചേഴ്സ് ഇല്ല. അപ്പൊ നമ്മൾ വിചാരിക്കുകയാണ് ഇതിനൊന്നും കൂടെ എൻഹാൻസ് ചെയ്യാം, ഈ ലൈക്കും കമന്റ് ഒക്കെ ആഡ് ചെയ്യാനുള്ള ഫീച്ചർ കൊണ്ടുവരാമെന്ന്.
അപ്പൊ നമ്മൾ പാരലലി ഇത് രണ്ടും ചെയ്തു. പക്ഷെ ഈ ഒരു കാര്യം രണ്ടാമത്തെ കേസ്, അതായത് കമന്റിന്റെ പോർഷൻ നമുക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല. എനിക്ക് ലൈക്കിന്റെ പോർഷൻ മാത്രമേ ഗിറ്റിലേക്ക് ഇപ്പൊ കമ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. എനിക്ക് അതാണ് കോൺഫിഡന്റ് ആയി വർക്ക് കംപ്ലീറ്റ് ആയി ടെസ്റ്റ് ഒക്കെ റൺ ചെയ്ത് എനിക്ക് ഓക്കെ ആണെന്ന് തോന്നുന്നത് ആ ഒരു പോർഷൻ മാത്രമേ ഉള്ളൂ. അപ്പൊ അങ്ങനെ വരുമ്പം നമ്മൾ ഗിറ്റിനോട് ഈ എന്താ പറയുക, നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും ഏതൊക്കെ ഫയൽസ് ആണ് എനിക്ക് എൻ്റെ നെക്സ്റ്റ് സ്നാപ്ഷോട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കമ്മിറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന കമാൻഡാണ് ഗിറ്റ് ആഡ് കമാൻഡ്. അപ്പൊ ഈ ഒരു ഗിറ്റ് ആഡ് കഴിഞ്ഞിട്ട് നമുക്ക് ഏതൊക്കെ മൾട്ടിപ്പിൾ ഫയൽസോ സിംഗിൾ ഫയൽസോ നമ്മുടെ ഈ ഒരു ഡയറക്ടറിയിലെ എൻ്റയർ ഫയൽസോ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഈ ഒരു സ്റ്റേജിങ് ഏരിയയിലേക്ക് അല്ലെങ്കിൽ ഇൻഡെക്സ് ഏരിയ എന്ന് പറയും അവിടേക്ക് മൂവ് ചെയ്യാം. അപ്പൊ ഈ ഒരു സ്റ്റേജിങ് ഏരിയന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കമ്മിറ്റ് ചെയ്തിട്ടില്ല, നമുക്ക് എന്താ പറയാ ഒരു ഇന്റർമീഡിയറ്റ് ലെവലാണ്. ഈ ഇത്രയും ഫയൽസ് നമുക്ക് ഈ ഒരു ഇടയിൽ കൊണ്ട് നിർത്തിയിരിക്കുകയാണ്. എൻ്റെ ലോക്കൽ എന്താ പറയാ പ്രൊജക്റ്റിൽ നിന്ന് ഞാൻ പിക്ക് ചെയ്തു ഒരു സ്പെസിഫിക് സ്ഥലത്ത് കൊണ്ടുപോയി വെച്ചിരിക്കുകയാണ്. ഇനി വേണം നമുക്ക് ഇതിനെ കമ്മിറ്റ് ചെയ്യാൻ. അപ്പൊ ബിഫോർ കമ്മിറ്റ് ചെയ്യുന്നതിന് മുന്നേ എഗെയിൻ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ഫയൽസ് തന്നെയാണോ ഈ ഒരു സ്റ്റേജിങ് ഏരിയയിലേക്ക് മൂവ് ചെയ്തിരിക്കുന്നതെന്ന്. അതിന് നമുക്ക് ഗിറ്റ് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞ കമാൻഡ് നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങൾ മെമ്മറൈസ് ചെയ്യുകയും ചെയ്യേണ്ട. നിങ്ങൾക്ക് ഇതിന്റെ ആക്ച്വൽ യൂസ് മനസ്സിലായാൽ ഓട്ടോമാറ്റിക് ആയിട്ട് വരും കേട്ടോ. നമ്മൾ നോക്കുകയും ചെയ്യും അടുത്ത സെക്ഷനിൽ. അപ്പൊ ഞാൻ ജസ്റ്റ് പറയുവാണ്, വർക്ക് ഫ്ലോയിൽ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. അപ്പൊ സ്റ്റേജിങ് ഏരിയയിൽ ഇപ്പൊ നിങ്ങൾ ഏതൊക്കെ ഫയൽസ് ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ഗിറ്റ് സ്റ്റാറ്റസ് കമാൻഡ് യൂസ് ചെയ്തിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. ഇനി ഇൻ കേസ് നമ്മൾ അറിയാതെ നമ്മളിപ്പോൾ രണ്ട് ഫീച്ചേഴ്സ് പറഞ്ഞില്ലേ, ലൈക്കും കമന്റും, ഇതിൽ കമന്റിന്റെ ഫീച്ചർ എടുത്തിട്ടുണ്ടെങ്കിൽ ഫയലും കൂടി അറിയാതെ ആഡ് ചെയ്ത് പോയി. ആ ഫയലിനെ നമുക്ക് സ്റ്റേജിങ് ഏരിയയിൽ നിന്ന് തിരിച്ച് റിമൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. അത് അൺസ്റ്റേജ് ചെയ്യാന്ന് പറയും. എനിക്ക് ആ ഫയൽ ഇപ്പൊ കമ്മിറ്റ് ചെയ്യണ്ട, അതിന്റെ ഡാറ്റ എന്താ മിസ്സായി പോവാന്നല്ല ഞാൻ പറഞ്ഞത്. ആ ഫയലിനെ കമ്മിറ്റ് ചെയ്യുന്ന ഏരിയയിൽ നിന്ന് തിരിച്ച് അൺട്രാക്ക്ഡ് ഇതിലേക്ക് കൊണ്ടുവന്നു. ട്രാക്ക്ഡും അൺട്രാക്ക്ഡും ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ ഇനി ഈ ഒരു സ്റ്റേജിങ് ഏരിയ പെർഫെക്റ്റ് ആണ്, എനിക്കിത് കമ്മിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ അങ്ങനെ വരുമ്പം നമ്മൾ ഗിറ്റ് കമ്മിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള കമാൻഡാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾ മസ്റ്റായിട്ടും എന്താ പറയാ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഏരിയ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗിറ്റ് കമ്മിറ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരു മെസ്സേജ് സെറ്റ് ചെയ്ത് കൊടുക്കണം. അത് നമ്മുടെ കമ്മിറ്റ് മെസ്സേജ് ആണ്. അത് ഇമ്പോർട്ടന്റ് ആകുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഗിറ്റ് തന്നെ ഒരു ഹിസ്റ്ററി ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതും കൂടി അല്ലേ, വേർഷൻ കൺട്രോൾ സിസ്റ്റം അല്ലേ. അപ്പൊ ലേറ്റർ നമ്മൾ ഈ പ്രൊജക്ടിന്റെ ഹിസ്റ്ററി എടുത്ത് ചെക്ക് ചെയ്യുന്ന സമയത്ത് എന്തുകൊണ്ട് ഈ ചേഞ്ച് വന്നു എന്നുള്ളത് പ്രോപ്പറായിട്ട് ഈ കമാൻഡ് ഈ ഒരു മെസ്സേജിൽ ആഡ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിരിക്കും അല്ലെ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ നിങ്ങൾക്ക് ഈ ഒരു ടെർമിനലിൽ ഡയറക്റ്റ് ആയിട്ട് ഈ ഒരു മെസ്സേജ് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് -m എന്ന് പറഞ്ഞിട്ടുള്ള ഡയറക്റ്റീവ് യൂസ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ വൺസ് നമ്മൾ കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എന്താ സംഭവിക്കുന്നത്, ഗിറ്റ് പെർമനന്റ്ലി നമ്മുടെ ഒരു ലോക്കൽ റിപ്പോസിറ്ററിയിലേക്ക് നമ്മുടെ ഒരു പുതിയ സ്നാപ്ഷോട്ട് ക്രിയേറ്റ് ചെയ്ത് ആഡ് ചെയ്തു. പിന്നെ നമ്മൾ ഈ കമ്മിറ്റ് ചെയ്യുന്ന മെസ്സേജസ് ഇല്ലേ, അതും ഈ ഒരു ഓരോ കമ്മിറ്റിന്റെ മെത്തഡാലിറ്റി ആയിട്ട് ഈ ഒരു ഗിറ്റ് ഡയറക്ടറിയിലേക്ക് ആഡ് ചെയ്യും. ലേറ്റർ നമുക്ക് നമ്മുടെ പ്രൊജക്ടിന്റെ ഹിസ്റ്ററി എടുക്കണം, എന്തെങ്കിലും ഒരു കാര്യം അറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ ലോഗ് എടുക്കുമല്ലോ. ഇപ്പൊ നമ്മൾ ദേർ ലോഗ് ഒക്കെ എടുക്കുന്ന പോലെ തന്നെ ഗിറ്റ് ലോഗ് എന്ന് പറഞ്ഞിട്ടുള്ള കമാൻഡ് ഉണ്ട്. അപ്പൊ ഈ മെസ്സേജസും കൂടെ ഗിറ്റ് എന്ത് ചെയ്യും, റീട്രൈവ് ചെയ്ത് ഡിസ്പ്ലേ ചെയ്യും. അപ്പൊ നമുക്ക് ആ കറസ്പോണ്ടിങ് റിവിഷൻ നമ്പർ അല്ലാതെ ആ കറസ്പോണ്ടിങ് മെസ്സേജ് ത്രൂ തന്നെ ഈസി ആയിട്ട് നമ്മുടെ ആ ഓരോ വർക്കിനെയും ഇവിടെ വന്നിരിക്കുന്ന ചേഞ്ചസിനെയും ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒരു ഗിറ്റ് കമ്മിറ്റ് പൈപ്പ് ലൈൻ മനസ്സിലായില്ലേ. അതായത് ഫസ്റ്റ് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് നമ്മുടെ വർക്കിംഗ് ഡയറക്ടറിയിൽ ചെയ്യും. അത് വൺസ് ഇത് ചേഞ്ചസ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ഫയൽസിനെ നമ്മൾ സെലക്ട് ചെയ്യും. എന്നിട്ട് നെക്സ്റ്റ് സ്നാപ്ഷോട്ടിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫയൽസിനെ നമ്മൾ സെലക്ട് ചെയ്ത് ആഡ് ചെയ്യും. അതിനെയാണ് നമ്മൾ സ്റ്റേജിംഗ് എന്ന് പറയുന്നത്. വൺസ് ഈ സ്റ്റേജിംഗ് ഏരിയ കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ലോക്കൽ റിപ്പോസിറ്ററിയിലേക്ക് കമ്മിറ്റ് ചെയ്യും. അതായത് പെർമനന്റ്ലി നമ്മുടെ ഈ ഒരു സ്നാപ്ഷോട്ട് എന്താ സ്റ്റേജ് ചെയ്തിരിക്കുന്ന ചേഞ്ചസ് മാത്രം അതിന്റെ കമ്മിറ്റ് മെസ്സേജോടെ കമ്മിറ്റ് ആവും. ഇന്റേണലി കുറച്ച് കാര്യങ്ങൾ നടക്കുന്നുണ്ട്, നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. അതായത് അവര് ഒപ്റ്റിമൈസ് ചെയ്യുന്നത് എങ്ങനെയാണ് ഇൻ ടേംസ് ഓഫ് മെമ്മറി ആൻഡ് ടൈം, അത് വേണമെങ്കിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യും. ഇപ്പൊ നമ്മൾ ഗിറ്റ് പഠിക്കുന്ന സമയത്ത് അത്രയും ഇൻഡെപ്ത് നോളജിന്റെ ആവശ്യം നമുക്കില്ല. നമ്മുടെ ഈ ഒരു റിയാക്ടിന്റെ ട്യൂട്ടോറിയൽ ഡയറക്ടറി ഇപ്പൊ ഈ ഒരു പ്രൊജക്ട് ഒന്നും നമ്മൾ ആഡ് ചെയ്തിട്ടില്ലല്ലോ, എംടി ആയിട്ടുള്ള ഒരു ഡയറക്ടറി ആണല്ലേ. ഞാൻ ഫസ്റ്റ് 2 ഫയൽസ് ആഡ് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പൊ ഞാന് നിങ്ങൾക്ക് ഒന്നെങ്കിൽ എന്താ പറയുക നിങ്ങളുടെ വിഷ്വൽ സ്റ്റുഡിയോയോ ഏതെങ്കിലും ഐഡിയ യൂസ് ചെയ്തിട്ട് ചെയ്യാം. ഞാനിപ്പോ ഈ ഡയറക്റ്റ് കമാൻഡ് ലൈൻ ത്രൂ തന്നെയാണ് ചെയ്യുന്നത്. 2 ജാവാസ്ക്രിപ്റ്റിന്റെ ഫയൽ നമുക്ക് ആഡ് ചെയ്യാം അല്ലെ. ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയുന്ന ലാംഗ്വേജ് ആയിരിക്കും. ഇനി നിങ്ങൾക്ക് ജാവാസ്ക്രിപ്റ്റ് അറിയില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ 2 ടെക്സ്റ്റ് ഫയൽ ആഡ് ചെയ്താലും മതി. ഗിറ്റിൽ എല്ലാ എക്സ്റ്റൻഷൻസ് സപ്പോർട്ട് ചെയ്യും. സോ നിങ്ങൾ 2 ടെക്സ്റ്റ് ഫയൽ ആയാലും ആഡ് ചെയ്താൽ മതി. അപ്പോൾ ജസ്റ്റ് ഒരു ഡബിൾ കോട്ട്സിലെ ഒരു ലൈൻ കൊടുക്കുക, അല്ലെങ്കിൽ ഇവിടെ കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഒരു ടെക്സ്റ്റ് ഫയൽ ഓപ്പൺ ചെയ്ത് അതിൻ്റെ അകത്ത് എഴുതുക കേട്ടോ, നോർമൽ.
നിങ്ങളുടെ റിയൽ ലൈഫിൽ എഴുതുന്ന ടെക്സ്റ്റ് ഫയൽ പോലെ. ഇനി ജാവാസ്ക്രിപ്റ്റിലായതുകൊണ്ട് ഞാനൊരു കൺസോൾ ഡോട്ട് ലോഗ് സ്റ്റേറ്റ്മെന്റിന്റെ അകത്ത് എന്താ പറയാ ഹലോ വേൾഡ് എന്ന് കൊടുക്കുവാണ്. ഇനി ഒരു ഫയല് എക്സിസ്റ്റിംഗ് അല്ലാത്തതുകൊണ്ട് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ file1.js കൂടെ കൊടുക്കുക കേട്ടോ. എൻ്റർ അടിക്കുകയാണ്. ആ ഫയൽ ക്രിയേറ്റ് ആയിട്ടുണ്ട്. സെയിം കണ്ടന്റ് തന്നെ ഞാൻ 1 എന്ന് കൊടുക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. ഇത് ഫയൽ 2 എന്ന് കൊടുത്തിട്ട് എൻ്റർ ആക്കുക. അപ്പൊ നമ്മളിവിടെ ഒന്ന് ജസ്റ്റ് LS അടിച്ചിട്ടുണ്ടെങ്കിൽ 2 ഫയൽസ് ഉണ്ട്. ഇനി നമ്മൾ ഈ ഒരു ഗിറ്റിൽ ഈ ഫയലിന്റെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യണം അല്ലേ. അതിന് വേണ്ടിയിട്ട് സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുന്ന കമാൻഡ് എന്തായിരുന്നു ഞാൻ പറഞ്ഞത്? ഗിറ്റ് സ്റ്റാറ്റസ് എന്ന് കൊടുത്താൽ മതി. ഗിറ്റ് സ്റ്റാറ്റസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് നമുക്ക് കാണാം നമ്മുടെ ബ്രാഞ്ചിന്റെ നെയിമാണ്. ഇപ്പൊ മാസ്റ്റർ ബ്രാഞ്ച് ആണ്. ഞാൻ പറഞ്ഞുതരാം ലേറ്റർ. ഇവിടെ നിന്നിട്ട് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഇതുവരെ ഒരു കമ്മിറ്റും ചെയ്തിട്ടില്ല. സോ നോ കമ്മിറ്റ് എക്സ് പറഞ്ഞിട്ടുള്ള കമാൻഡ് വന്നു. അത് കഴിഞ്ഞിട്ട് അൺട്രാക്ഡ് ഫയൽസ് ആയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, നമ്മൾ ഈ 2 ഫയൽസും ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ റീസൺ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഗിറ്റ് ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു ഫയലിനെയും ട്രാക്ക് ചെയ്യില്ല. 1000 ഫയൽ നമ്മുടെ ഡയറക്ടറിയിൽ ഉണ്ടെങ്കിൽ 1000 ഫയലിനെ നമ്മൾ പറഞ്ഞാൽ മാത്രമേ അത് ട്രാക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. സോ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു സ്റ്റേജിങ് ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്, നമ്മൾ ഈ ഒരു കംപ്ലീറ്റ് പ്രൊജക്ട് ബിൽഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു റിയൽ ടൈം സിനാരിയോ നിങ്ങൾ ആലോചിച്ചു. നമ്മൾ എല്ലാ പ്രൊജക്റ്റും ബിൽഡ് ചെയ്തു, നമ്മൾ ഫൈനലി പുഷ് ചെയ്യേണ്ട അല്ലെങ്കിൽ കമ്മിറ്റ് ചെയ്യേണ്ട ടൈമായി. നമ്മൾ ഇതിനെ സ്റ്റേജിങ് ഏരിയയിലേക്ക് മൂവ് ചെയ്യണം. സോ ഞാന് ഗിറ്റ് ആഡ് കമാൻഡ് ആണ് സ്റ്റേജിങ് ഏരിയയിലേക്ക് മൂവ് ചെയ്യുന്ന കമാൻഡ്. ആഡ് കമാൻഡ് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് 2-3 വിധത്തിൽ മൂവ് ചെയ്യാം. ഇപ്പൊ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ഫയൽ മാത്രം മൂവ് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ ആ ഫയൽ നെയിം കൊടുക്കുക. ഇല്ല, നിങ്ങൾക്ക് ഈ ഒരു JS എക്സ്റ്റൻഷനിലുള്ള എല്ലാ ഫയൽസും മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ star.extension കൊടുക്കുക. ഇനി നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ഫയൽസ് ഇനി ചൂസ് ചെയ്തിട്ട് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്പേസ് ഇട്ട് എത്ര ഫയൽസ് ആണോ അത്രയും ഫയൽസിന്റെ നെയിം ഇതുപോലെ കൊടുക്കുക. file2.js ഇങ്ങനെ കൊടുക്കാം. 3 ഓപ്ഷനിൽ ഒന്നുകിൽ സ്പെസിഫിക് ഫയലും മൾട്ടിപ്പിൾ ഫയൽസ് അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് എക്സ്റ്റൻഷൻ. ഇതൊന്നും കൂടാതെ പീരിയഡ് സിമ്പിൾ യൂസ് ചെയ്യാം. നമ്മുടെ ഈ ഒരു വർക്കിംഗ് ഡയറക്ടറിയിലെ എല്ലാ ഫയൽസും ഡോട്ട് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കമ്മിറ്റ് ആവും. പക്ഷെ ഇത് ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യമാണ്. എസ്പെഷ്യലി നമ്മുടെ ഒരു റിയൽ പ്രൊജക്റ്റിൽ നമ്മുടെ ലോഗ് ഫയൽസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിൽ ചിലപ്പോൾ ഒത്തിരി ഡാറ്റ ഉണ്ടാവും. അതൊന്നും നമുക്ക് കമ്മിറ്റ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല. എസ്പെഷ്യലി കോൺഫിഗറേഷൻ ഫയൽസ് ഒക്കെ നമ്മൾ കമ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളവരുടെ കോൺഫിഗറേഷൻ ഫയലുമായിട്ട് കോൺഫ്ലിക്ട് ചെയ്ത് ആ പ്രൊജക്റ്റിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും അതൊരു തലവേദനയാവും. സോ നിങ്ങൾ ഡോട്ട് അവൈലബിൾ ആണ്, പക്ഷെ നിങ്ങളുടെ ഒരു ടീമിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ അത് യൂസ് ചെയ്യേണ്ട. പഠിക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്ത് നോക്കിക്കോട്ടോ. അപ്പൊ ഞാനിവിടെ ഫയൽ നെയിം ഡയറക്റ്റ് സ്പെസിഫൈ ചെയ്ത് കൊടുക്കുകയാണ്. എനിക്ക് ഫയൽ 1ഉം ഫയൽ 2നെയും എന്റെ സ്റ്റേജിങ് ചെയ്യണം. ഇനി ഞാൻ എഗെയിൻ ഈ ഒരു സ്റ്റാറ്റസ് എടുത്ത് കാണിച്ചു തരാം. ഇത് നിങ്ങൾ ഞാൻ ക്ലിയർ ചെയ്യാം കേട്ടോ. ഈ വാണിംഗ് നിങ്ങൾ ഇഗ്നോർ ചെയ്തോ, ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഇതൊന്ന് ക്ലിയർ ചെയ്തിട്ട് ഗിറ്റ് സ്റ്റാറ്റസ് ഇപ്പൊ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളിത് സ്റ്റേജിങ് ഏരിയയിലേക്ക് വന്നിട്ടുണ്ട്. കമ്മിറ്റ് ആയിട്ടില്ല. ഇപ്പൊ നമ്മുടെ ഫസ്റ്റ് സ്റ്റേജ്, അതായത് നമ്മുടെ പ്രൊജക്റ്റിൽ നിന്ന് ഒരു സ്നാപ്ഷോട്ട് ക്രിയേറ്റ് ചെയ്ത് സ്റ്റേജിങ് ഏരിയയിലേക്ക് മൂവ് ചെയ്തു. ഇനി ഞാൻ നിങ്ങൾക്ക് വേറൊരു കാര്യം കാണിച്ചു തരാം. ഇപ്പൊ ഇത് കമ്മിറ്റിന് റെഡി ആയിട്ട് നിൽക്കുവാണ്. നമുക്ക് ചേഞ്ചസ് സ്റ്റേജ്ഡ് ആയിട്ടുണ്ട്, അൺസ്റ്റേജ്ഡ് അല്ല. ഇനി ഇവര് വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു, ആക്സിഡന്റലി നമ്മളൊരു ഫയലിനെ സ്റ്റേജിങ്ങിലേക്ക് മൂവ് ചെയ്തു, നമുക്കത് കമ്മിറ്റ് ചെയ്യണ്ടെന്നുണ്ടെങ്കിൽ മാനുവലി എക്സ്പ്ലിസിറ്റ്ലി നമുക്കതിനെ അൺസ്റ്റേജ് ചെയ്യാം. അതിനുള്ള കമാൻഡ് ഇതാണ്. git rm ക്യാഷ്ഡ് കൊടുത്തിട്ട് ഫയൽ കൊടുത്താൽ മതി. ഫയലിന്റെ ഇതുപോലെ ഫയൽ പാത്ത് കൊടുത്താൽ മതി. അത് നമുക്ക് നോക്കാം കേട്ടോ. ഇച്ചിരൂടെ അഡ്വാൻസ്ഡ് അല്ലേ. നമുക്ക് നെക്സ്റ്റ് നോക്കാം. ഇപ്പൊ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടല്ലേ. ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ഫയൽ 1ൽ ഒരു ചെറിയ മോഡിഫിക്കേഷൻ വരുത്തുവാണ്. അതായത് നമ്മൾ നേരത്തെ ഈ ഒരു ഫയൽ 1ലേക്ക് ഹലോ വേൾഡിനെ ആഡ് ചെയ്തില്ലേ. ഇപ്പൊ ഞാൻ ഹായ് അനു എന്ന് പറഞ്ഞിട്ട് പുതിയൊരു ലൈനും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുവാണ്. ഇപ്പോ ആദ്യം എന്താ ചെയ്തേ, ഫയൽ 1ലുള്ള എല്ലാ ചേഞ്ചിന്റെ സ്നാപ്ഷോട്ട് ക്രിയേറ്റ് ചെയ്ത് ആഡ് ആയിട്ടുണ്ട്. ആ ആഡ് ചെയ്ത് സ്റ്റേജിങ്ങിലേക്ക് നമ്മുടെ ഒരു ഫയലിനെ മൂവ് ചെയ്തതിന് ശേഷം, സ്റ്റേജിങ് ആയതിനു ശേഷമാണ് നമ്മൾ എന്ത് ചെയ്തത്, ഈ ഒരു ഫയൽ 2ല് ചേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇപ്പോഴെന്താ സംഭവിക്കുക എന്ന് നമുക്ക് സ്റ്റാറ്റസ് കമാൻഡ് വെച്ചിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഗിറ്റ് സ്റ്റാറ്റസ് വലിയ തെറ്റായിട്ട് കൊടുത്തോണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഫയല് ഫസ്റ്റ് കമ്മിറ്റിൽ സ്റ്റേജിലും കാണുന്നുണ്ട്, അൺട്രാക്കിലും കാണുന്നുണ്ട്.
ഇനി അത് അൺട്രാക്ക്ഡ് ട്രാക്ക്ഡ് ഫയലാണ്, മോഡിഫൈഡ് ആണ്. അതായത് ഒരു പ്രാവശ്യം നമ്മൾ ഗിറ്റിനോട് ഈ ഫയൽ സെറ്റ് ചെയ്ത് കൊടുത്താൽ, ഗിറ്റിൽ ഒരു ഫയൽ പറഞ്ഞു കൊടുത്താൽ ഗിറ്റ് പിന്നെ ട്രാക്ക് ചെയ്യൂല, പക്ഷെ മോഡിഫൈഡ് ആണെന്നുള്ള രൂപത്തിൽ അത് സെറ്റ് ചെയ്ത് വെക്കും, ഗിറ്റിന് അറിയാം. പക്ഷെ അത് സ്റ്റേജിങ്ങിലേക്ക് മൂവ് ചെയ്യുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഈ ഒരു ഇനി ഇത് മോഡിഫൈഡിലായിരിക്കും ഈ ഫയൽ ഉണ്ടാവുക. എന്തെങ്കിലും ഒരു മോഡിഫിക്കേഷൻ വരുന്ന സമയത്ത് ചേഞ്ച് ചെയ്തിട്ടുണ്ടെന്നുള്ള ആ ഒരു ഇൻഡിക്കേഷൻ ആണ് ഗിറ്റ് നമുക്ക് തരുന്നത്. ഇതിലിപ്പോ എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഫസ്റ്റ് നിങ്ങൾ ഗിറ്റ് ആഡ് യൂസ് ചെയ്തില്ലേ, ഗിറ്റ് ആഡ് യൂസ് ചെയ്തപ്പം ആ ഫയലിന്റെ ആ ഒരു സ്പെസിഫിക് മൊമെന്റിന്റെ സ്നാപ്ഷോട്ട് ആയിരിക്കും ഗിറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് സ്റ്റേജിങ്ങിലേക്ക് മൂവ് ചെയ്തത്. സോ ഓട്ടോമാറ്റിക്കലി ഗിറ്റിന് ഈ ഒരു എല്ലാ മോഡിഫിക്കേഷൻസിനും ഈ ഫയലിനെ സ്റ്റേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചെയ്യാൻ പറ്റില്ല. അത് നമുക്ക് ചെയ്യാം, പക്ഷെ ഈ ഒരു കമാൻഡ് ത്രൂ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല. നമുക്ക് അതിലൊക്കെ ഓപ്ഷൻസ് ഉണ്ട്, നമുക്ക് ലേറ്റർ നോക്കാം കേട്ടോ. ഇപ്പം നമ്മൾ ഈ ഒരു ചേഞ്ച്, അതായത് നമ്മൾ കമ്മിറ്റ് ചെയ്തതിന് ശേഷം ഈ ഫയലിലേക്ക് വരുന്നിട്ടുള്ള ചേഞ്ചസ് ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നും കൂടെ ഗിറ്റ് ആഡ് കമാൻഡ് യൂസ് ചെയ്തിട്ട് ആ ഫയലിനെ സ്റ്റേജിലേക്ക് മൂവ് ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ ഇത് എന്താ പറയാ, ഈ ഒരു സ്റ്റേജ് ചെയ്തതിന് മുന്നേ അതുവരെ ഉണ്ടായിരുന്ന ആ ഫയൽ ചേഞ്ചസ് മാത്രമേ കമ്മിറ്റ് ആവുള്ളൂ. അപ്പൊ അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു ഇഷ്യൂ കണ്ടിട്ട്, ഇപ്പൊ നമ്മൾ എല്ലാ കമ്മിറ്റ് ഒക്കെ സ്റ്റേജ് ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ടെസ്റ്റ് സ്യൂട്ട് റൺ ചെയ്യാൻ പോകുന്നത്. അപ്പൊ എന്തെങ്കിലും ഒരു കേസ് മിസ്സായെന്ന് മനസ്സിലായിട്ട് നമ്മൾ ആ ചേഞ്ചും കൂടി ആ ഫയലിൽ വരുത്തും. പക്ഷെ എന്താ പറ്റുക, ആ ചേഞ്ച് മോഡിഫൈഡിലാണ് കിടക്കുന്നത്, അത് സ്റ്റേജ്ഡ് ആയിട്ടില്ല. സോ നമ്മൾ അത് ചെയ്തില്ലെങ്കിൽ ആ കമ്മിറ്റിയിൽ ആ സ്പെസിഫിക് ഫീച്ചർ മിസ്സാവും. സോ നമ്മൾ അതിന് ഒന്നും കൂടെ ഗിറ്റ് ആഡ് ചെയ്തു. ഇനി ഗിറ്റ് ആഡ് ചെയ്തിട്ട് നമുക്ക് ഒന്നും കൂടെ ഗിറ്റ് സ്റ്റാറ്റസ് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പതാ മോഡിഫൈഡ് സാധനങ്ങളൊക്കെ മാറിയിട്ട് നമുക്ക് ആ രണ്ട് ഫയലും സ്റ്റേജ്ഡ് ആയിട്ടുണ്ട്. ഇനി ഇതിനെങ്ങനെയാ കമ്മിറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. വൺസ് നമ്മൾ ഈ ഒരു സ്നാപ്ഷോട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്ത നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഈ ഒരു സ്നാപ്ഷോട്ടിനെ പെർമനന്റ്ലി നമ്മുടെ ഒരു ഗിറ്റിന്റെ റെപ്പോസിറ്ററിയിൽ ഹിസ്റ്ററിയിലേക്ക് ആഡ് ചെയ്യണില്ലേ, അതായത് ഗിറ്റ് കമ്മിറ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ അടുത്ത് നമ്മൾ അതാ നോക്കാൻ പോകുന്നത്. നമ്മൾ ഓൾറെഡി നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, ഞാൻ ഇതൊന്ന് ക്ലിയർ ചെയ്തിട്ട് കാണിച്ചു തരാം. ഗിറ്റിന്റെ കമാൻഡ് ഇതിന്റെ ഏകദേശം നമ്മൾ ഈ SQL ഒക്കെ പറയുന്ന പോലെ തന്നെ നമ്മൾ പറയുന്ന പോലെ തന്നെയാണ് കേട്ടോ ഇതിന്റെ ലാംഗ്വേജ്. അതായത് വെർബലി നമ്മൾ പറയുന്നത് തന്നെയാണ്. നമുക്ക് ഈസിയാണ് ഇതിന്റെ കമാൻഡ് ഓർത്തിരിക്കാൻ, അതാണ് ഉദ്ദേശിച്ചത് കേട്ടോ. ഗിറ്റ് കമ്മിറ്റ് സ്പേസ് ഒന്നുകിൽ മൈനസും ഓപ്ഷനിലാണ്. അതായത് കമാൻഡ് ലൈനിൽ തന്നെ നിങ്ങൾ ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുവാണ്, നിങ്ങൾക്ക് ഒരു ടെക്സ്റ്റ് എഡിറ്ററിലേക്ക് പോകണ്ടെന്നുണ്ടെങ്കിൽ കമ്മിറ്റ് മെസ്സേജ് നമുക്ക് ഇതിന്റെ ഉള്ളിൽ തന്നെ കൊടുക്കാം. അപ്പം ഡബിൾ കോട്ട്സ് ഞാൻ കൊടുത്തതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്പേസ് ഇട്ട് മൾട്ടിപ്പിൾ വേർഡ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. മൈനസും ഒരു ഫ്ലാഗ് ആണ്, ആ ഫ്ലാഗ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഈ കമ്മിറ്റിന്റെ കൂടെ തന്നെയാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, എന്റെ കമ്മിറ്റ് മെസ്സേജും കൊടുക്കുന്നത്. എക്സാമ്പിൾ ആയിട്ട് നമ്മളിവിടെ ഗ്രീറ്റിംഗിന്റെ കോഡല്ലേ എഴുതിയത്, അപ്പൊ ഗ്രീറ്റിംഗ് മെസ്സേജ് എന്നോ അല്ലെങ്കിൽ ഗ്രീറ്റിംഗ് ഫീച്ചർന്നോ ഏറ്റവും മീനിങ് ആയിട്ട് കൊടുക്കുക. നാളെ ഒരു ദിവസം നമ്മൾ ഇതിന്റെ ലോഗ് എടുത്ത് നോക്കുമ്പോഴും അല്ലെങ്കിൽ ഒരു മൂന്നാമത് ഒരാൾ ഈ ലോഗ് എടുത്ത് നോക്കുമ്പോഴും അവർക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവണം നമ്മൾ ഈ ഒരു കമ്മിറ്റിൽ എന്താണ് ചെയ്തിരിക്കുന്നതെന്ന്. ചില കേസിൽ ഒരു സിംഗിൾ ലൈൻ നമുക്ക് പറ്റാതെ വരും. അതായത് ഇപ്പൊ ഒരു വലിയൊരു പ്രൊജക്ടിന്റെ ഒരു വലിയൊരു ഫീച്ചർ ഒക്കെ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തു, എക്സാമ്പിൾ ആയിട്ട് ഇപ്പൊ ഒരു പേറോൾ മോഡ്യൂൾ ഒക്കെ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തെന്ന് വിചാരിച്ചു. അപ്പൊ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടൊരു ഹെഡിങ്ങും അതിന്റെ ഡിസ്ക്രിപ്ഷനും കൊടുക്കേണ്ടി വരൂലേ. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് ഈ ഒരു കമ്മിറ്റ് മെസ്സേജിനെ ഒമിറ്റ് ചെയ്യാം. അപ്പം ഒന്നുകിൽ ഈ വെയിൽ കേട്ടോ -m കൊടുത്ത മെസ്സേജ് കമാൻഡിൽ ഡയറക്റ്റ് ആയിട്ട് കൊടുക്കാം. ഇനി നിങ്ങൾ കൊടുത്തിട്ടില്ല, ഒരു മെസ്സേജും കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഗിറ്റ് കമ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡീഫാൾട്ട് ആയിട്ട് സെറ്റ് ചെയ്യുന്ന കോഡ് എഡിറ്ററിലേക്ക്, ടെക്സ്റ്റ് എഡിറ്ററിലേക്ക് ഇത് പോകും. പോയിട്ട് അവിടെ നമുക്ക് ഈ കമ്മിറ്റ് മെസ്സേജ് കൊടുത്തിട്ട്, നമ്മളിപ്പം വിഷ്വൽ സ്റ്റുഡിയോ അല്ലേ കൊടുത്തിരിക്കുന്നത്, അതിന്റെ കൂടെ വെയിറ്റും കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ വിഷ്വൽ സ്റ്റുഡിയോ ക്ലോസ് ആവുന്നത് വരെ ഈ ഒരു പ്രോസസ്സ് വെയിറ്റ് ചെയ്ത് വൺസ് ഇത് ക്ലോസ് ചെയ്യുമ്പോൾ കമ്മിറ്റ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത്, വെയിറ്റ് കൊടുത്തത്. ഇപ്പൊ നിങ്ങൾക്ക് ആ വെയിറ്റിന്റെ പർപ്പസ് മനസ്സിലായില്ലേ. അതായത് കമ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ടെക്സ്റ്റ് എഡിറ്ററിൽ ത്രൂ നമുക്ക് കമാൻഡ് കൊടുക്കാൻ വേണ്ടി പറ്റും. ഇപ്പൊ ഞാൻ അത് കാണിച്ചു തരാം കേട്ടോ. പറ്റിയത് ഇപ്പൊ ഞാൻ ചെയ്തതുപോലെ തന്നെ പ്രത്യേകിച്ച് ഒന്നുമില്ല, ഡബിൾ കോട്ട്സിന്റെ ഉള്ളിൽ നിങ്ങൾ ഇങ്ങനെ മെസ്സേജ് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ അത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിൾ വേ ആയതുകൊണ്ട് നമുക്ക് കമ്മിറ്റ് മെസ്സേജ് ഇല്ലാതെ എങ്ങനെ കമ്മിറ്റ് ചെയ്യണേ നോക്കാം. ഓക്കെ, ഇതെന്റെ ടെക്സ്റ്റ് എഡിറ്റർ ഓപ്പൺ ചെയ്യും. ഇപ്പൊ ഇവിടെ കണ്ടോ കമ്മിറ്റ് അണ്ടർസ്കോർ എഡിറ്റ് മെസ്സേജ് എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിന്റെ അകത്ത് ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ലൈൻ ഒരു സമ്മറി പോലെ കൊടുക്കുക. അതായത് മിനിമം ഒരു 80 നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ്, 50 നമ്പർ ഓഫ് ക്യാരക്ടേഴ്സേ പറ്റുള്ളൂ. അപ്പൊ അതുപോലെ ഒരു ഷോർട്ട് ആയിട്ട് കൊടുക്കുക. എക്സാമ്പിൾ ആയിട്ട് നമുക്ക് മൈ ഫസ്റ്റ് കമ്മിറ്റ്, ഇങ്ങനൊന്നും അല്ലാണ്ട് കൊടുക്കണ്ടേ, ആക്ച്വലി നമ്മൾ എന്താണോ ഉദ്ദേശിക്കുന്നത് അത് തന്നെ കൊടുക്കണം. ഞാനൊരു സാമ്പിൾ കൊടുക്കുന്നതുകൊണ്ടാണ്. എന്നിട്ട് ഒരു എൻ്റർ അടിച്ചൊരു ബ്ലാങ്ക് സ്പേസ് വിടുക. അത് കഴിഞ്ഞിട്ട് ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക. അപ്പൊ ദിസ് ഈസ് മൈ ഫസ്റ്റ് കമ്മിറ്റ് ആഡിങ് ഗ്രീറ്റിംഗ് മെസ്സേജ്
കൺസോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ കൊടുക്കാട്ടോ. ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക. ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക. അതിനുശേഷം ഇത് ഫയല് സേവ് ചെയ്ത് നമ്മൾ ഈ ഒരു ടെക്സ്റ്റ് എഡിറ്റർ ക്ലോസ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആയി. ഇനി നമ്മൾ ഒരു ചെറിയൊരു ഡാറ്റ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് എത്ര നമ്പർ ഓഫ് ഫയൽസ് ആണ്, അതിൽ എത്ര ഇൻസെർഷൻസ് ഉണ്ട്, ഈ ഡീറ്റെയിൽസ് ഒക്കെയാണ് കേട്ടോ. അപ്പൊ നമ്മുടെ രണ്ട് ഫയൽ ഉണ്ട്. എന്തോ ഒരു കാരണം കൊണ്ട് നമ്മുടെ മൂന്നാമത്തെ ഇൻസെർഷൻ ഇവിടെ വന്നിട്ടില്ല. എനിക്ക് തോന്നി എന്താ അറിയോ, സിംഗിൾ ആരോ ഞാൻ കൊടുത്തുള്ളൂ. ഡബിൾ ആരോ കൊടുത്താൽ എക്സിസ്റ്റിംഗ് ഫയലിലേക്ക് ആഡ് ആവുള്ളൂ. മറ്റേത് റീക്രിയേറ്റ് ആയി എന്ന് തോന്നുന്നു. രണ്ട് ഇൻസേർഷൻ, രണ്ട് എക്കോ സ്റ്റേറ്റ്മെന്റ് അല്ലെ രണ്ട് ഫയലിലും കൂടി ഉള്ളത്. പിന്നെ നമ്മുടെ ആ ക്രിയേറ്റ് മോഡും ഒരു യുണീക്ക് ഐഡന്റിഫയറും അതിന്റെ കൂടെ തന്നെ ഈ ഒരു രണ്ട് ഫയൽസിന്റെ നെയിമും തരുന്നുണ്ട്. ഇനി ഈ ഒരു കമ്മിറ്റ് നടക്കുന്ന സമയത്ത് ബിഹൈൻഡ് സീനിൽ എന്താ നടക്കുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. രണ്ട് കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. ഒന്നൊരു ഒരു കമ്മിറ്റ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ആവും. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞ ആ ഒരു സ്നാപ്ഷോട്ടിൽ നമ്മുടെ ഉള്ള ഫയൽസിന്റെ കണ്ടന്റ്സ് അല്ലേ, നമ്മുടെ സ്റ്റേജിങ് ഏരിയയിലുള്ള ഫയൽസിന്റെ കണ്ടന്റ് എല്ലാം വെച്ചിട്ട് ഈ ഒരു സ്നാപ്ഷോട്ട് ക്രിയേറ്റ് ആവുമെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ. ആ ഒരു സ്നാപ്ഷോട്ട് ഉണ്ടാവും. ഈ രണ്ടാമത്തത് മെറ്റാഡാറ്റ, അതായത് ആരാണ് നമ്മൾ ഓൾറെഡി നെയിമും ഇമെയിൽ ഐ ഡി ഒക്കെ കോൺഫിഗ് ചെയ്തിട്ടില്ലേ നമ്മുടെ ഗിറ്റ് കോൺഫിഗില് അതിലുള്ളത്. പിന്നെ കമ്മിറ്റർ, ചില സമയം ഓൾമോസ്റ്റ് എപ്പോഴും ഈ ഒരു ഓതറും കമ്മിറ്ററും സെയിം ആയിരിക്കും. ചില കേസിൽ ഡിഫറൻസ് ഉണ്ടാവും. ഇപ്പൊ പാച്ചസ് ഒക്കെ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ലേറ്റർ നോക്കൂ കേട്ടോ. പിന്നെ ടൈം സ്റ്റാമ്പ്, അതായത് ഈ ഒരു കമ്മിറ്റ് നടന്നിട്ടുള്ള ക്രിയേറ്റഡ് ഡേറ്റും ടൈമും. പിന്നെ ഈ നമ്മുടെ ഗിറ്റ് മെസ്സേജ്, ഇപ്പൊ -m കൊടുത്തിട്ട് അല്ലെങ്കിൽ ടെക്സ്റ്റ് എഡിറ്ററിൽ ഇപ്പോൾ നമ്മളിപ്പോ ചെയ്തിട്ടുള്ള ഈ ഒരു കമ്മിറ്റ് മെസ്സേജ്, ഇത്രയും ഡാറ്റ ഇൻക്ലൂഡ് ചെയ്തിട്ട് പിന്നെ പാരന്റ് കമ്മിറ്റ്സ്, അതായത് നമ്മുടെ ഈ കമ്മിറ്റിന് തൊട്ട് പ്രീവിയസ് ആയിട്ട് കമ്മിറ്റ്സ് എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ ആ കമ്മിറ്റ്സും കൂടെ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യും. ഇത്രയും ഇൻക്ലൂഡ് ചെയ്തിട്ടൊരു കമ്മിറ്റ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യും. അതിന്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു യുണീക്ക് ഐഡന്റിഫയറും കൂടെ ജനറേറ്റ് ചെയ്യും. അതായത് ഈ ഒരു സ്പെസിഫിക് കമ്മിറ്റിനെ യുണീക്ലി ഐഡന്റിഫൈ ചെയ്യാനും ലേറ്റർ ഇതിനെ ഈ ഒരു റെഫർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു യുണീക്ക് ഐഡന്റിഫയർ ജനറേറ്റ് ചെയ്യും. അതൊരു ഹെക്സാഡെസിമൽ ക്യാരക്ടേഴ്സ് ആയിരിക്കും, ഒരു ലോങ് സ്ട്രിങ് ആയിരിക്കും. ഫൈനലി ഒരു ബ്രാഞ്ച് പോയിന്റർ അപ്ഡേറ്റ് ചെയ്യും. അതായത് ഇപ്പൊ ഇതാണല്ലോ നമ്മുടെ ലേറ്റസ്റ്റ് കമ്മിറ്റ്. ഇപ്പൊ ഒരു ലേറ്റസ്റ്റ് കമ്മിറ്റിലേക്കായിരിക്കും ഈ പോയിന്റർ പോയിന്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ലേറ്റസ്റ്റ് കമ്മിറ്റിലേക്ക് നമ്മുടെ ഏതാണോ നമ്മുടെ ബ്രാഞ്ച്, ആ ബ്രാഞ്ചിലുള്ള ഗിറ്റ് പോയിന്റർ അപ്ഡേറ്റ് ആവും. ബാക്ക് എൻഡിൽ നിങ്ങൾ അറിയേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞതാ. ഇത്രയും കാര്യങ്ങളാണ് ബാക്ക് എൻഡിൽ നടക്കുന്നത് കേട്ടോ. പിന്നെ ഒരു കാര്യം കൂടെ, ഞാൻ പറഞ്ഞ പോലെ നമ്മൾ കൊടുക്കുന്ന കമ്മിറ്റ് മെസ്സേജ് ഭയങ്കര ക്രൂഷ്യൽ ആയിട്ടുള്ള കാര്യമാണ്. ഏറ്റവും മീനിങ് ആയിട്ട് ഏറ്റവും വൃത്തിയായിട്ട് കൊടുക്കാൻ ശ്രമിക്കുക. പിന്നെ എപ്പോഴൊക്കെയാ കമ്മിറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കമ്മിറ്റ് ചെയ്യരുത്. എന്ന് വെച്ചാൽ നിങ്ങൾ ഒരുപാട് ദിവസം കമ്മിറ്റ് ചെയ്യാൻ വെയിറ്റ് ചെയ്യുകയും ചെയ്യരുത്. നമ്മൾ എപ്പോഴും ഒരു ലോക്കൽ റെപ്പോസിറ്ററിയിലായിരിക്കുമല്ലോ വർക്ക് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ രാവിലെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഐഡിയ ഉണ്ടാവും ഇത്രയ്ക്കൊക്കെ തീർക്കണമെന്ന്. അത്രയും തീർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്മിറ്റ് ചെയ്ത് ലേറ്റസ്റ്റ് ബ്രാഞ്ചിൽ ബാക്കിയുള്ളവരുടെ വർക്ക് ഫുൾ ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഒരുപാട് കോൺഫ്ലിക്റ്റ് ഒക്കെ വരുന്നതിനേക്കാളും ബെറ്റർ നമ്മളിങ്ങനെ അപ് ടു ഡേറ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതായിരിക്കും. പുള്ളി എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ, അത് പറയുവേ. ഞാൻ നിങ്ങളോട് കുറച്ചു നേരം മുന്നേ പറഞ്ഞിട്ട് ഒരു കേസ് ഉണ്ടായിരുന്നില്ലേ, എപ്പോഴും നമ്മൾ സ്റ്റേജ് ചെയ്യണോ, അതായത് ഈ ഫയൽസ് git add കമാൻഡ് യൂസ് ചെയ്തിട്ട് സ്റ്റേജ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് നമുക്ക് മാൻഡേറ്ററി അല്ല. പക്ഷെ ഞാനിപ്പോ പറയാൻ പോകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോ. ഇത് നിങ്ങളുടെ പ്രൊജക്റ്റിൽ യൂസ് ചെയ്യരുത്. മീൻസ് നിങ്ങളൊരു വലിയൊരു ടീമിലാണ് വർക്ക് ചെയ്യുന്നത്, നിങ്ങളുടെ ഒരു വലിയൊരു പ്രൊജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം നിങ്ങൾക്ക് ജസ്റ്റ് പഠിക്കാൻ വേണ്ടി ലേണിംഗ് പർപ്പസിന് മാത്രമായിട്ട് എടുത്ത് വെക്കുക. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഗിറ്റ് ആഡ് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു സ്റ്റേജിങ് ഏരിയ ക്രിയേറ്റ് ചെയ്യുമല്ലോ. ഈ സ്റ്റേജിങ് ഏരിയ ക്രിയേറ്റ് ചെയ്യാതെ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ മോഡിഫൈഡ് ഫയൽസിനെ, അൺട്രാക്ട് ഫയൽസിനെ ചെയ്യാൻ പറ്റൂല. മോഡിഫൈഡ് ഫയൽസിനെ എന്ത് ചെയ്യാൻ പറ്റും, ഡയറക്റ്റ് ആയിട്ട് കമ്മിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ എക്സാമ്പിൾ ആയിട്ട് ഞാൻ ഫസ്റ്റ് ഗിറ്റ് സ്റ്റാറ്റസ് കാണിച്ചു തരാം. ഗിറ്റ് സ്റ്റാറ്റസ് എടുത്ത് നോക്കിയാൽ എനിക്ക് പുതിയ ചേഞ്ചസ് ഒന്നും ഇപ്പൊ എന്റെ ഫയലിലില്ല. ഒരു ചേഞ്ച് ഞാൻ വരുത്തിയിട്ടില്ല. എന്റെ ചേഞ്ചസ് എല്ലാം ഞാൻ കമ്മിറ്റ് ചെയ്തു. നത്തിങ് ടു കമ്മിറ്റ്, വർക്ക് ട്രീ ഈസ് ക്ലീൻ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനാണ് കാണിക്കുന്നത്. ഇനി ഞാൻ നേരത്തെ ചെയ്തതുപോലെ എന്റെ എക്സിസ്റ്റിംഗ് ഫയലിലേക്ക് ഞാൻ ഇപ്രാവശ്യവും ഒരു ആഡും കൂടെ കൊടുത്തരാം. ഒരു എക്സിസ്റ്റിംഗ് ഫയലിലേക്ക് ഒരു ലൈനും കൂടെ ആഡ് ചെയ്യുവാണ്, ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് എൻ്റർ ചെയ്യുവാണ്. ഇനി നമുക്ക് ഗിറ്റ് സ്റ്റാറ്റസ് ഒന്ന് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു മോഡിഫൈഡ് ഫയൽ ഉണ്ട്. file.js നമ്മൾ മോഡിഫൈ ചെയ്തു. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇനിയിപ്പോ ഞാൻ ഇത്രയും നേരം പറഞ്ഞത് എന്താ, നമുക്ക് ഈ ഒരു ഗിറ്റ് ആഡ് ചെയ്ത് സ്റ്റേജിങ് ഏരിയ ക്രിയേറ്റ് ചെയ്ത് ആ സ്നാപ്ഷോട്ടിനെയായിട്ട് നമ്മൾ ഫൈനലി കമ്മിറ്റ് ചെയ്യാൻ പോകുന്നത്. ഇനി അതിന് പകരം നമുക്ക് ഡയറക്ട്ലി ഈ ഒരു മോഡിഫൈഡ് ഫയലിനെ കമ്മിറ്റ് ചെയ്യാം. അതിനുള്ള കമാൻഡാണ് ഗിറ്റ് കമ്മിറ്റ്. ഇപ്പൊ നമ്മൾ കമ്മിറ്റ് ചെയ്യാൻ പോകുന്ന കമാൻഡ് ഡയറക്റ്റ് കൊടുക്കുക.
അതിന്റെ കൂടെ -a കൊടുക്കുക. ഇങ്ങനെ കൊടുക്കുമ്പോൾ സ്റ്റേജിങ് ഏരിയയിൽ സ്കിപ്പ് ചെയ്ത് നമുക്ക് നമ്മുടെ മോഡിഫൈഡ് ഫയൽസ് എല്ലാം എടുത്തിട്ട് പോയിട്ട് ഇത് കമ്മിറ്റ് ചെയ്യും. അതാ ഞാൻ പറഞ്ഞത്, നമുക്ക് ഏറ്റവും ബെറ്റർ എന്താ, എപ്പോഴും നമ്മൾ ഒരു കമ്മിറ്റ് ചെയ്യാൻ പോകുന്നതിന് മുന്നേ നമ്മൾ കമ്മിറ്റ് ചെയ്യേണ്ട നമ്മൾ ഏറ്റവും ബെറ്റർ എന്താ, നമ്മൾ കമ്മിറ്റ് ചെയ്യാൻ പോകുന്നതിന് മുന്നേ നമ്മുടെ കമ്മിറ്റ് ചെയ്യേണ്ട ഫയൽസിനെ റിവ്യൂ ചെയ്ത് ഏതൊക്കെ ഫയൽസ് വേണം ഏതൊക്കെ ഫയൽസ് വേണ്ട നോക്കി ആഡ് ചെയ്തതിന് ശേഷം ഒന്നും കൂടെ സ്റ്റാറ്റസ് എടുത്ത് റിവ്യൂ ചെയ്ത് ആവശ്യമില്ലാത്തതിനെ അൺസ്റ്റേജ് ചെയ്തതിന് ശേഷം കമ്മിറ്റ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. പക്ഷെ ഇതും ഒരു ഓപ്ഷൻ ആണ് എന്നാ ഞാൻ പറഞ്ഞു വന്നത്. ഇതിന്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് ഞാൻ ഡയറക്റ്റ് ഇവിടെ ഇപ്പൊ രണ്ടാമത്തെ ഓപ്ഷൻ നേരത്തെ നമ്മൾ സ്കിപ്പ് ചെയ്തിട്ട് ടെക്സ്റ്റ് എഡിറ്ററിൽ ചെയ്തില്ലേ, ആ ഓപ്ഷന് പകരം ഞാനിവിടെ ഡയറക്റ്റ് ആയിട്ട് കമ്മിറ്റ് മെസ്സേജ് കൊടുക്കുവാണ് കേട്ടോ. ഇപ്പൊ ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് തന്നെ ഞാൻ കൊടുക്കുവാണ്. ഇപ്പൊ ഇവിടെ ഡയറക്റ്റ് കമ്മിറ്റ് ആയി. ഇപ്പൊ ഞാൻ കണ്ടോ, നമ്മൾ സ്റ്റേജ് ഒന്നും ചെയ്തില്ല, ഡയറക്റ്റ് ആയിട്ട് ഈ ഒരു മോഡിഫൈഡ് ഫയൽസിനെ നമ്മൾ കമ്മിറ്റ് ചെയ്തു. അഗെയിൻ നേരത്തെ നമ്മൾ കണ്ട ആ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ഇവിടെ കാണാം. അതായത് ഒരു ഫയൽ ചേഞ്ച് ചെയ്തു, ഒരു ഇൻസേർഷൻ നമ്മൾ ഇപ്പൊ അപ്പൻഡ് ആണല്ലോ ചെയ്തത്. അടുത്തത് നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഒരു വർക്കിംഗ് ഡയറക്ടറിയിൽ നിന്ന് ഒരു ഫയൽ റിമൂവ് ചെയ്യുന്നതെന്ന് നോക്കാം. അതായത് നമ്മുടെ ഒരു ഫയൽ ഇപ്പോൾ ആ ഒരു ഫയലിന്റെ ആവശ്യമില്ല, ഒരു സ്പെസിഫിക് മോഡ്യൂളെ നമുക്ക് ആവശ്യമില്ല, നമുക്ക് റിമൂവ് ചെയ്യണമെന്ന് വിചാരിച്ചു. ഒരു ഫയലിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ആ ഫയലിനെ യുണിക്സ് കമാൻഡ് RM യൂസ് ചെയ്തിട്ട് RM സ്പേസ് ഫയൽ നെയിം കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് റിമൂവ് ചെയ്യാലോ. പക്ഷേ നമ്മൾ RM കൊടുത്ത് റിമൂവ് ചെയ്യുമ്പോൾ ആ സ്റ്റേജിങ് ഏരിയയിൽ ആ ഫയൽ സ്റ്റിൽ എക്സിസ്റ്റിംഗ് ആയിരിക്കും. നമ്മളിപ്പോ റിമൂവ് ചെയ്തത് നമ്മുടെ വർക്കിംഗ് ഡയറക്ടറിയിലാണ്. സ്റ്റേജിങ് ഏരിയയിൽ ആ ഫയൽ എക്സിസ്റ്റിംഗ് ആയിരിക്കും, നമ്മുടെ ഗിറ്റ് റെപ്പോസിറ്ററിയിലും ആ ഫയൽ ഉണ്ടാവും. നമുക്ക് ഈ ഫയൽ വേണ്ടാന്നുണ്ടെങ്കിൽ നമ്മുടെ മെയിൻ പർപ്പസ് എന്താ, നമ്മുടെ ഒരു വർക്കിംഗ് ഡയറക്ടറിയിൽ നിന്ന് അതിനെ റിമൂവ് ചെയ്യണം. സോ നമുക്ക് ഒരുമിച്ച് റിമൂവ് ചെയ്യാം. അത് വർക്കിംഗ് ഡയറക്ടറി എന്നല്ല, സോറി ലോക്കൽ ഗിറ്റ് ഹിസ്റ്ററി എന്നല്ല, റെപ്പോസിറ്ററി ഹിസ്റ്ററി എന്നല്ല, നമ്മൾ വർക്കിംഗ് ഡയറക്ടറിനും സ്റ്റേജിങ് ഏരിയനും കൂടെ ഒരുമിച്ച് റിമൂവ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ആയിട്ട് ഞാൻ ഫസ്റ്റ് ഗിറ്റ് സ്റ്റാറ്റസ് കമാൻഡ് എന്ന് റൺ ചെയ്യുവാണ്. നമുക്ക് കമ്മിറ്റ് ചെയ്യാനൊന്നുമില്ല, എല്ലാം ക്ലീൻ ആണ്. ഇനി ഞാൻ എൻ്റെ ഒരു 2 ഫയലാണല്ലോ ഉള്ളത്. അതിൽ file2.jsനെ ഗിറ്റിനും സ്റ്റേജിങ് ഏരിയയിൽ റിമൂവ് ചെയ്യുവാണ്. അതിന് സാധാരണ RM സ്പേസ് ഫയൽ നെയിം കൊടുക്കും. ഇവിടെ നമ്മൾ ഗിറ്റ് RM സ്പേസ് ഫയൽ നെയിം കൊടുത്ത് file2.js എന്ന് കൊടുത്താൽ ഇത് സ്റ്റേജിങ് ഏരിയന്നും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വർക്കിംഗ് ഡയറക്ടറിന്നും റിമൂവ് ആവും. ഇനി അഗെയിൻ ഗിറ്റ് സ്റ്റാറ്റസ് എടുത്ത് ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ കണ്ടോ, നമുക്ക് ഒരു കമ്മിറ്റഡ് ഒരു മോഡിഫൈഡ് പോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു കമ്മിറ്റ് ചെയ്യാൻ ഒരു സാധനം ഉണ്ട്. ഈ ഒരു file2നെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇവിടുന്ന് ഗിറ്റ് കമ്മിറ്റ് -m കൊടുത്ത് എന്തെങ്കിലും ഒരു ഡിലീറ്റ് കമാൻഡ് പ്രോപ്പർ ആയിട്ട് ഡിലീറ്റ് file2 എന്നോ ഒരു കമാൻഡ് കൊടുത്ത് എൻ്റർ അടിക്കുന്ന സമയത്ത് എന്താവും, പെർമനന്റ്ലി ഈ ഒരു ഗിറ്റിൽ നിന്ന് നമ്മുടെ ലോക്കൽ റെപ്പോസിറ്ററിയിൽ നിന്നും കൂടെ ഈ ഫയൽ റിമൂവ് ആവും. ഇങ്ങനെയാണ് ഗിറ്റ് മൾട്ടിപ്പിൾ വേയിൽ റിമൂവ് ചെയ്യാം കേട്ടോ. ഒന്നെങ്കിൽ നിങ്ങൾക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് വർക്കിംഗ് ഡയറക്ടറി, സ്റ്റേജിങ് ഏരിയ, നമ്മുടെ ലോക്കൽ ഗിറ്റ് റെപ്പോസിറ്ററി, അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് സ്റ്റേജിങ് ഏരിയയും വർക്കിംഗ് ഡയറക്ടറി റിമൂവ് ചെയ്ത് അതിനെ കമ്മിറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഗിറ്റ് റെപ്പോസിറ്ററിയിൽ നിന്ന് റിമൂവ് ആയിക്കോളും. അപ്പം ഇങ്ങനെയാണ് നമുക്കൊരു ഫയൽ ഈ ഒരു വർക്കിംഗ് റെപ്പോസിറ്ററിയിൽ നിന്ന് റിമൂവ് ചെയ്യാൻ പറ്റുന്നത്. ഗിറ്റിന്റെ ഈ ഒരു ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്യുന്നുള്ളൂ. ഇനി സ്റ്റേജിങ് ആൻഡ് സ്റ്റേജിങ് ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ ഗിറ്റ് ഇഗ്നോർ ഡീറ്റെയിൽസ് ആൻഡ് അഡ്വാൻസ്ഡ് കാര്യങ്ങളെല്ലാം നമുക്ക് അടുത്ത പാർട്ടിൽ ചെയ്യാം കേട്ടോ. ഞാൻ ഈ ഒരു വീഡിയോ 2 പാർട്ടായിട്ടാണ് പ്ലാൻ ചെയ്തത്. ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ള കമാൻഡ്സ് എല്ലാം നിങ്ങളുടെ സിസ്റ്റത്തിൽ ഗിറ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. കമാൻഡ്സ് ബൈ ഹാർട്ട് ചെയ്യേണ്ട, അതിന്റെ മീനിങ് മനസ്സിലായാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് 2-3 പ്രാവശ്യം യൂസ് ചെയ്യുമ്പോൾ വന്നോളും. നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ.